അൻഫുസകും വഅഹ്ലീകും നാറാ. അല്ലാഹു പറയാണ്, നിങ്ങൾ സംരക്ഷിക്കണേ, സൂക്ഷിക്കണേ, എപ്പോഴും നിങ്ങളെ സംരക്ഷണത്തിന്റെ കവചമൊരുക്കണേ. ആരെയാണ്? അൻഫുസകും, നിങ്ങളുടെ സ്വന്തം ശരീരത്തെയും, വഅഹ്ലീകും, നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും, നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തിലുള്ള മുഴുവൻ ആളുകളെയും നിങ്ങൾ എപ്പോഴും സംരക്ഷിക്കണേ. ഏതിൽ നിന്നാണ് സംരക്ഷിക്കേണ്ടത്? വഅഹ്ലീകും നാറാ. അല്ലാഹുവിന്റെ കത്തിക്കാളുന്ന അതികഠോരമായ, അതിഭീകരമായ, അതിഭയങ്കരമായ നരകത്തിലേക്ക് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും എറിഞ്ഞു തള്ളപ്പെടുന്നതിൽ നിന്ന് സംരക്ഷിക്കണേ. ആ സംരക്ഷണ ബാധ്യത നിങ്ങളുടെ മേൽ അല്ലാഹു ഏൽപ്പിച്ചതാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. സഹോദരാ, നമ്മളെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും അല്ലാഹുവിന്റെ നരകത്തിൽ നിന്ന് സംരക്ഷിക്കേണ്ട ബാധ്യതയാർക്കാ? അത് ഭരണകൂടത്തിനല്ല, പരിപാലക സമിതിക്കല്ല. അതാ കുടുംബത്തിനെ കൈകാര്യം ചെയ്യുന്ന ഗൃഹനാഥനും ഗൃഹനാഥക്കും ആ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ഓരോരുത്തർക്കും അല്ലാഹുവിന്റെ കത്തിക്കാളുന്ന നരകത്തിൽ നിന്ന് സംരക്ഷിക്കുന്നത് ബാധ്യതയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും, നമ്മുടെ ആൺമക്കളെങ്ങാനും നമസ്കാരം നിർവഹിക്കാതെ, നമസ്കാരം കളാക്കായി നമ്മുടെ ആൺമക്കളെ നടക്കുന്നത് കണ്ടാൽ ആ സമയത്ത് വാപ്പ ആ ആൺമക്കളെ വിളിച്ചിട്ട് വാപ്പയും ഉമ്മയും അവരോടും പറയണം, മക്കളെ നമസ്കാരം കളാക്കരുത്, അല്ലാഹുവിനെ മറന്ന് ജീവിക്കരുത്. കാരണം ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ അളാഉസ് സ്വലാത വത്തബഉ ശഹവാതി ഫസൗഫ യൽഖൗന ഗയ്യാ. ദേഹേച്ഛകളെ പിൻപറ്റിയിട്ട് നമസ്കാരത്തെ ഉപേക്ഷിക്കുന്ന ആളുകളെ നാളെ കയ്യെന്ന നരകത്തിലേക്ക് അല്ലാഹു വലിച്ചെറിയും പൊന്നുമക്കളെ. അതുകൊണ്ട് നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണമെന്ന് മാതാപിതാക്കളുള്ള മക്കളോട് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. നമ്മുടെ പെൺമക്കള് തലമറക്കാതെ, ഔറത്ത് മറക്കാതെ അവർ അന്യപുരുഷന്മാരുമായി സഹകരിക്കുന്നുവെങ്കിൽ, അവരെ അഭിലഷണീയമല്ലാത്ത വഴിയിലൂടെ നടക്കുന്നെങ്കിൽ ആ മക്കളോട്, പെൺമക്കളോട് വാപ്പയും ഉമ്മയും പറഞ്ഞു കൊടുക്കേണ്ട മക്കളെ. എന്താ പറയേണ്ടത് മക്കളെ? വലാ യുബ്ദീന സീനത്തഹുന്ന ഇല്ലാ ലിബൂലത്തിഹിന്ന ഔ ആബാഇ ബൂലത്തിഹിന്ന ഔ അബ്നാഇ ബൂലത്തിഹിന്ന ഔ ബനി ഔ അഖ്വാനിഹിന്ന ഔ അഖവാതിഹിന്ന ഔ ബനി ഇഖ്വാനിഹിന്ന ഔ ബനി അഖവാതിഹിന്ന ഔ നിസാഇഹിന്ന ഔ മാ മലക്കത് അയ്മാനുഹുന്ന ഔ തബീന ഗൈരി ഉലിൽ ഇർബതി മിനർ റിജാൽ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എണ്ണിപ്പറഞ്ഞിട്ട് അനുവാദം തന്നവരുടെ മുമ്പിലല്ലാതെ നിങ്ങൾ ആണും പെണ്ണും ഇടപെടരുതേ. അല്ലാഹുവിന്റെ ദീനിനെ പരിഹസിക്കരുതേ. തലമറക്കാതെ, ഔറത്ത് മറക്കാതെ നടക്കരുത് മക്കളെ. അങ്ങനെ നടന്നാൽ നാളെ കത്തിക്കാളുന്ന നരകത്തിന്റെ ശിക്ഷ ഭയാനകമാണെന്ന്. അങ്ങനെ ദീനിനെ തട്ടിമറിച്ചിട്ട് നടക്കുന്ന പെൺമക്കളോട് പറയലും മാതാപിതാക്കളുടെ ബാധ്യതയാ. തന്റെ ഭാര്യ മറ്റൊരാളുമായി, അന്യപുരുഷനുമായി ഇടപെടുന്നതിൽ ഇസ്ലാമിക വിധിവിലക്കുകളെ പാലിക്കുന്നില്ലെങ്കിൽ ആ ഭാര്യയോട്, പൊന്നുമോളെ ഇത് കാരണത്താൽ നാളെ നരകത്തിൽ പോകുമെന്ന് പറഞ്ഞു കൊടുക്കല് ഭർത്താവിന്റെ ബാധ്യതയാ. തന്റെ ഭർത്താവ് അഭിലഷണീയമല്ലാത്ത രീതിയിൽ, അനാവശ്യമായ രീതിയിൽ ഹറാമ് സമ്പാദിക്കുന്നുവെങ്കിൽ, തന്റെ ഭർത്താവ് ലോട്ടറി എടുക്കുന്നുവെങ്കിൽ, തന്റെ ഭർത്താവ് മദ്യപിക്കുന്നുവെങ്കിൽ, തന്റെ ഭർത്താവ് മറ്റുള്ളവരെ വഞ്ചിച്ചിട്ടും പറ്റിച്ചിട്ടും പൈസ ഉണ്ടാക്കിയിട്ടാണ് തങ്ങൾക്ക് ഭക്ഷണം തരുന്നതെങ്കിൽ ആ ഭർത്താവിനോട് ഭാര്യയും മക്കളും ചെന്ന് പറയേണ്ട, ഭർത്താവേ നിങ്ങൾ ഞങ്ങൾക്ക് നൽകുന്ന ഭക്ഷണം ഹലാലായ ഭക്ഷണമായിരിക്കണം. മറ്റുള്ളവരെ പറ്റിച്ച പൈസ കൊണ്ട് ഞങ്ങൾക്ക് ഭക്ഷണം തന്നാ. ഇന്നമാ യഅകുലൂന ഫീ ബുതൂനിഹിം നാറാ വസയസ്ലൂന സഈറാ. നാളെ കത്തിക്കാൾ
കത്തിക്കാളുന്ന നരകത്തിലേക്ക് നമ്മളെ ഒന്നടങ്കം അല്ലാഹു വലിച്ചെറിയുമെന്ന് ആ ഭർത്താവിനോട് നരകത്തെ കുറിച്ച് അടിക്കടി ബോധിപ്പിക്കല് ഭാര്യയുടെയും മക്കളുടെയും കടമയാ. ഇങ്ങനെ നമ്മുടെ വീടിന്റെ കൂരക്കുള്ളിൽ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും ഏത് സമയത്തും കത്തിക്കാളുന്ന നരകത്തെ കുറിച്ച് പരസ്പരം ഓർമ്മിപ്പിക്കണേ. ഭാര്യ ഭർത്താവിനോട്, ഭർത്താവ് ഭാര്യയോട്, വാപ്പ മക്കളോട്, മക്കള് വാപ്പയോട്, സഹോദരൻ കൂടപ്പിറപ്പിനോട്, കൂട്ടുകാരോട് ഏത് സമയത്തും നിങ്ങൾ കത്തിക്കാളുന്ന നരകത്തെ കുറിച്ച് പറയണേ. എന്താ അങ്ങനെ പറയണമെന്ന് പറയാനുള്ള കാരണം എന്താ? വളരെ ശ്രദ്ധിച്ച് ഈ ആയത്തിന്റെ ഗാംഭീര്യത്തെ നിങ്ങൾ ഓർത്തു നോക്കുക. അല്ലാഹു പറയാണ്, പറയണം പറയണം പറയണം, അടിക്കടി ബോധ്യപ്പെടുത്തണമെന്ന് പറയാനുള്ള കാരണം എന്താ? വഖൂദുഹന്നാസു വൽ ഹിജാറ. ആ നരകത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കത്തിക്കാളുന്ന നരകമുണ്ടല്ലോ, ആ നരകത്തിന്റെ ചൂട് നമുക്കറിയാവുന്ന ചൂടല്ലേ. ഈ വേനൽക്കാലം ഒഴിഞ്ഞിട്ട് വർഷകാലം ആരംഭിക്കേണ്ട സമയത്ത് മഴ പെയ്യാണ്. ചുട്ടുപൊള്ളുന്ന ചൂട് ആകാശത്ത് നിന്ന് അടിച്ചു വീശിയിട്ട് 14,95,97,906 കിലോമീറ്റർ മുകളിൽ നിന്ന് ലോകത്തിലെ ഏറ്റവും കത്തിച്ചൊലിക്കുന്ന ആണവ നിലയമായ സൂര്യരശ്മികൾ താഴേക്ക് വന്നിട്ട് 15 കോടി കിലോമീറ്റർ അകലത്ത് നിന്ന് വരുന്ന ഒരു സൂര്യരശ്മിയേക്കാൻ കഴിയാതെ വേർത്തു മുങ്ങിക്കുളിച്ചിട്ട് AC ഉള്ള ഭാഗം നോക്കിയിട്ട് നമ്മൾ ഓടുമ്പോ 15 കോടി കിലോമീറ്റർ അകലെ നിന്ന് വരുന്ന കോടാനുകോടി സൂര്യരശ്മികളിൽ ഒതുപോലും ഒരു സൂര്യരശ്മി പോലും തടുക്കാൻ നമ്മുടെ ചർമ്മത്തിന് കഴിയില്ലെന്നിരിക്കെ അല്ലാഹുവിന്റെ നരകത്തിന്റെ ചൂടത്രയാ, ആ നരകത്തിന്റെ തീനാളത്തിന്റെ ചൂടത്രയാ. ആ നരകത്തിന്റെ ചൂടിന് തീപിടിപ്പിക്കാൻ അല്ലാഹു നരകത്തിന് തീപിടിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് വിറകുകൊള്ളികളല്ല. നമ്മളൊക്കെ പെങ്ങളെ അടുപ്പിന് തീപിടിപ്പിക്കാൻ വിറകുകൊള്ളികൾ ഉപയോഗിക്കുന്നത് പോലെ ആ നരകത്തിന് തീപിടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വിറകുകൊള്ളിക്ക് പകരം അല്ലാഹു നരകത്തിന്റെ അടുപ്പിലേക്ക് വെക്കുന്നത് വഖൂദുഹന്നാസു വൽ ഹിജാറ. മനുഷ്യരെയാണ് അല്ലാഹു വിറകിന് പകരം നരകത്തിന്റെ അടുപ്പിലേക്ക് തള്ളി വെക്കുന്നത്. പെങ്ങളെ, കാസർഗോഡ് ചെരുമ്പേരി വിനീതന്റെ പ്രഭാഷണം കേൾക്കാനെത്തിയ സഹോദരിമാരോട്, നിങ്ങൾ അടുപ്പിൽ തീപിടിക്കാൻ ഉണങ്ങിയ വിറക് കഷണങ്ങൾ അകത്തോട്ട് തള്ളിവെക്കുന്നത് പോലെ അല്ലാഹു നരകത്തിന് അടുപ്പിന് തീപിടിപ്പിക്കാൻ വെക്കുന്നത് മനുഷ്യ ശരീരങ്ങളെയാ. ആ മനുഷ്യ ശരീരത്തിന്റെ കൂട്ടത്തിൽ നമ്മുടെ ഭാര്യയുണ്ടെങ്കിൽ, നമ്മുടെ മാതാപിതാക്കളുണ്ടെങ്കിൽ, നമ്മുടെ പൊന്നുമക്കളെങ്ങാനും ഉണ്ടായി പോയാൽ ആ നരകത്തിന്റെ അടുപ്പിലേക്ക് ഭാര്യയെ കയറ്റി വെക്കുന്നത് ഭർത്താവ് കണ്ടുകൊണ്ട് നിൽക്കണം, ഭർത്താവിനെ കയറ്റി വെക്കുന്നത് ഭാര്യ കണ്ടുകൊണ്ട് നിൽക്കണം. കെട്ടിപ്പിടിച്ചു മണിമുത്തം കൊടുത്ത് ചെഞ്ചുണ്ടുകളിൽ നമ്മൾ മുത്തം കൊടുക്കുന്ന നമ്മുടെ പൊന്നുമക്കൾ കത്തിക്കാളുന്ന നരകത്തിന്റെ അടുപ്പിലോട്ട് വലിച്ചു വെക്കുമ്പോ അതെല്ലാം കണ്ടുകൊണ്ട് നമ്മൾ നിൽക്കുമ്പോ നമ്മുടെ പൊന്നുമക്കളുടെ പച്ചമാംസത്തിലേക്ക് തീയിങ് പടർന്നു കയറുമ്പോ നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യ ആ തീനാളത്തിൽ കടന്ന് നമ്മുടെ നേരെ നിലവിളിക്കുമ്പോ ഭർത്താവിന്റെ ശരീരത്തിൽ തീ പിടിക്കുമ്പോ ആ സമയത്തൊരവസ്ഥ അല്ലാഹു പറയുന്നുണ്ട്. ശ്രദ്ധിച്ചു കേട്ടോ. കൂടുതലും പറയാനല്ല, സൂറത്ത് തഹ്രീമിന്റെ ആയത്ത് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി, കിടന്നാൽ ഉറക്കം വരില്ല. സ്വാഭാവികമായി ഒരാൾക്ക് തീ പിടിക്കുന്നത് കണ്ടാൽ നമ്മൾ പ്രതികരിക്കുന്നത് എങ്ങനെയാ? നമ്മുടെ വീട്ടിൽ നമ്മൾ നിൽക്കുമ്പോ അയൽപക്കത്തെ അടുക്കളയിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചിട്ടൊരു കരിക അടുക്കളയിൽ നിൽക്കുന്ന പെൺകുട്ടിക്ക് തീ പിടിച്ചാൽ തീനാളങ്ങൾ ഇങ്ങനെ ആളിപ്പടരുമ്പോ അതിൽ കടന്നൊരു പാവപ്പെട്ട പെണ്ണ് നിലവിളിക്കുമ്പോ ഓടി വരുന്നൊരു വെള്ളമൊഴിക്കാനല്ലേ ശ്രമിക്കുക? മണല് വാരി എറിഞ്ഞോ, നനഞ്ഞ ചാക്കുകെട്ടുകൾ എടുത്തിട്ടോ ഫയർഫോഴ്സിലേക്ക് വിവരമറിയിച്ചോ? ആ ഒരു പച്ചമാംസം കത്തിപ്പിടിച്ച് കരയുന്നത് കണ്ടു നിൽക്കാൻ മനസാക്ഷിയുള്ള ഏതെങ്കിലും ഒരാൾക്ക് കഴിയോ? സഹോദരാ, അയൽപക്കക്കാരാവെന്ന് വേണ്ടില്ല. ഈ ചെരുമ്പയിലെ ദേശീയ പാതയുടെ നിർമ്മാണം നടക്കുമ്പോ ടെലഫോണിന്റെ കേബിളിന്റെ കുഴി കുടിക്കാൻ വരുന്ന തമിഴ്നാട്ടിലെ നാടോടി പെണ്ണില്ലേ, ആ നാടോടി പെണ്ണിനെ ആദ്യമായിട്ട് നമ്മൾ കാണാ ഈ ദേശീയ പാതയിൽ കുഴി കുടിക്കാൻ വരുന്ന കറുകരുത്ത തമിഴയത്തിയായ ഒരു നാടോടി പെണ്ണിന് തീ പിടിച്ചാൽ
ആദ്യമായിട്ട് നമ്മൾ ജീവിതത്തിൽ കാണുന്നവരാണെങ്കിലും തീനാളമൊന്ന് കടുത്ത നമ്മൾ ഓടിപ്പോവുകയില്ലേ, ആളുകളെ നിലവിളിക്കുകയില്ലേ? എങ്ങനെയെങ്കിലും മണൽ വാരിയിട്ടിട്ടോ വെള്ളമൊഴിച്ചിട്ടോ ആ തീയൊന്ന് കെടുത്താൻ കണ്ടു നിൽക്കുന്ന മനസാക്ഷിയുള്ളവരോട് ചെല്ലുകയില്ല. 2 മാസങ്ങൾക്ക് മുമ്പ് തലശ്ശേരി ടൗണില് ഒരു കുട്ടിയും ഗർഭിണിയായ ഒരു പെണ്ണും ഭർത്താവും യാത്ര ചെയ്യുമ്പോ കാറിന് തീ പിടിച്ച് ആ പാവപ്പെട്ട ഗർഭിണിയായ പെണ്ണിന്റെ ശരീരത്തിലെ കാളിപ്പടർന്ന് പ്രിയപ്പെട്ട ഗർഭപാത്രത്തിൽ കിടന്ന പിഞ്ചു കുഞ്ഞിനോടൊപ്പം ആ പ്രിയപ്പെട്ട സഹോദരി ആളിപ്പടരുമ്പോ തലശ്ശേരിയിൽ ഓടിക്കൂടിയവര് എങ്ങനെയെങ്കിലും ആ തീയൊന്ന് കെടുത്താൻ പരിശ്രമിച്ചത് നമ്മൾ കണ്ടതല്ലേ? സഹോദരാ, മനസാക്ഷിയുള്ളവരെ, മനസാക്ഷിയുടെ 1000-ൽ ഒരു അംശമുള്ള ഒരാൾക്കൊരാൾ തീ പിടിച്ച് കരിഞ്ഞു വേവുന്നത് കണ്ടു നിൽക്കാൻ കഴിയോ? ഇതാണ് സത്യമെന്നിരിക്കെ അല്ലാഹു പറയാണ്, നരകത്തിന്റെ അടുപ്പിലേക്ക് നിന്റെ ഭാര്യ കടന്ന് കഴിയുന്നുണ്ട്, നിന്റെ മക്കൾക്ക് തീ പടർന്നു പിടിക്കുന്നുണ്ട്. ആ സമയത്ത് ആ തീ പടർന്നു പിടിക്കുന്നത് കണ്ടു നിൽക്കുന്ന ആളുകളാരാ? അവരും മനസാക്ഷിയില്ലാത്ത ആളുകളാണ്. ആ തീയാളി പടരുന്നത് കണ്ടു നിൽക്കുന്നവരാരെന്നറിയുമോ? അലൈഹാ മലായികത്തുൻ ഖിലാലുൻ ശിദാദുൻ ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫഅലൂന മാ യുമറൂൻ. അല്ലാഹു പറയുകയാ, ആ തീനാളങ്ങളിൽ നമ്മൾ കടന്ന് പിടയുന്നത് കണ്ടു നിൽക്കുന്നതാരാ? അല്ലാഹുവിന്റെ മലക്കുകളാ. ആ മലക്കുകൾക്ക് 2 വിശേഷണങ്ങൾ ആയത്തിൽ പറയുന്നുണ്ട്. ആ മലക്കുകൾ ഖിലാലുൻ ശിദാദ്, ആ കാണുന്ന മലക്കുകൾ ഖിലാലുൻ കഠിന പ്രകൃതമുള്ളവരാ, ശിദാദുൻ മനസാക്ഷിയില്ലാത്തവരാ. അവരിത് കണ്ടാലും മനസ്സിളകുന്നവരല്ല, ഏറെ കഠിന പ്രകൃതമുള്ള, പടച്ചവൻ പറഞ്ഞതല്ലാതെ ചെയ്യാൻ മടിക്കുന്ന, കണ്ടാലൊരു മനസാക്ഷി കുത്തുപോലും തോന്നാത്ത മലക്കുകളാണത് കാണുന്നത് എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ആ തീ പിടിക്കുന്നവരെ ഒന്ന് രക്ഷിക്കാനോ, ആ തീ വിളിക്കുന്നവർക്ക് അല്പം വെള്ളം കൊടുക്കാനോ, ആ തീ കെടുത്താനോ കണ്ടു നിൽക്കുന്ന മലക്കുകളെ തയ്യാറാവില്ല. ഖുർആൻ പറയാണ്, കാരണം ഖിലാലുൻ ശിദാദ്, അവര് കഠിന മനസ്സുള്ള ആളുകളാ, അവര് ചാഞ്ചല്യമില്ലാത്ത മനസ്സിന്റെ ഉടമകളാ. അതുകൊണ്ട് അങ്ങനെ ഒരു അവസരം സംജാതമാകുന്നതിന് മുമ്പ് തീയാളി പടർന്ന് ശരീരത്തിലേക്ക് പടരുന്ന മക്കളെയും കുടുംബത്തെയും രക്ഷിക്കാൻ ഒരു ചെറുവിരൽ അനക്കാൻ നിനക്ക് കഴിയാത്തൊരു സാഹചര്യം എത്തുന്നതിന് മുമ്പ് ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ മക്കളെയും കത്തിക്കാളുന്ന നരകത്തിൽ നിന്ന് സംരക്ഷിക്കണേ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് ആ നരകത്തെ കുറിച്ചുള്ള ബോധം തരുമാറാകട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ. മഴ പെയ്യണത് ഇടിവെട്ടണമൊക്കെ അവിടെ നടക്കട്ടെ, നമ്മളിവിടെ നോക്ക്. അല്ലാഹു പറയാണ്, നിന്നെയും നിന്റെ ഭാര്യ, നിന്റെ മക്കൾ, നിന്റെ കുടുംബം, നീ മുഴുവൻ ആളുകളെ ഈ നരകത്തിൽ നിന്ന് രക്ഷിക്കേണ്ട ചുമതല നിനക്കാണ്. അത് പടച്ചോൻ ഏൽപ്പിച്ചതാ. കാരണം നാളെ പരലോകത്തെ അവസ്ഥ ഭയാനകരമാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ പറയും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ. നരകത്തില് നാളെ നമ്മൾ കുടുംബസമേതം നരകത്തിൽ പോകുന്നത് സഹിക്കാൻ പറ്റുമോ? പറ്റുമോ മനുഷ്യരെ? ഇല്ല. എന്തുകൊണ്ട്? ആ നരകം അത്രമേൽ ഭയാനകരമാണ്. നരകത്തെ കുറിച്ച് നമുക്കറിയാത്തത് കൊണ്ടാ ഈ മദ്രസകൾ. അതിനാണ് മദ്രസ. ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിന്റെ കുടുംബത്തെ നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ. ആ നരകം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുക വാതു പറയണ ഉസ്താദ് ചുമ്മാ പൈസ പിരിക്കാൻ വേണ്ടി ഇങ്ങനെ നരകത്തിന്റെ തീ, നരകത്തിന്റെ തീ, നരകത്തിന്റെ തീ എന്ന് പറഞ്ഞ് നമ്മളെ പേടിപ്പെടുത്തുന്നതാണ്. അല്ല, മതപ്രഭാഷകനല്ല നരകത്തെ കുറിച്ച് പറഞ്ഞത്, വാതു പറയുന്ന ആളല്ല പറഞ്ഞത്, വെള്ളിയാഴ്ച പള്ളിയിലെ ഖത്തീബല്ല നരകത്തെ കുറിച്ച് പറഞ്ഞത്. ഈ നരകത്തെ കുറിച്ച് നമ്മളോട് ഓർമ്മപ്പെടുത്തി തന്നതാരാ? ആ നരകത്തെ കുറിച്ച് പറയാനുള്ള സമയം ഈ വിനീതനില്ല. എന്നാലും ഈ വല്ലാത്ത ചൂടിൽ കിടന്ന് വല്ലാതെ വയർത്തൊലിച്ച് എന്തോരു ചൂടാന്ന് നമ്മൾ പറയുമ്പോ നരകത്തെ കുറിച്ച് ഓർത്തിട്ടുണ്ടോ? ആ
ആ നരകത്തിന്റെ ഒരേ ഒരു തീപ്പൊരിയുടെ വലിപ്പം എന്താണെന്നറിയോ? നരകത്തെ കുറിച്ചല്ല, നരകത്തിന്റെ ഒരേ ഒരു തീപ്പൊരിയുടെ വലിപ്പം ഏതാ? ഇന്നാ തർമീ ബിശറരിൻ കൽ ഖസ്ർ കഅന്നഹു ജിമാലത്തുൻ സുഫർ വൈലു യൗമഇദിൽ ലിൽ മുകദ്ദിബീൻ. അല്ലാഹു പറയാണ് നരകത്തിന്റെ ഒരേ ഒരു തീപ്പൊരി, ഇന്നഹാ തർമീ ബിശറരിൻ കൽ ഖസ്ർ. ആ നരകത്തിന്റെ ഒരു തീപ്പൊരി ഈ കാണുന്ന ബഹുനില കെട്ടിടത്തെക്കാൾ വലിപ്പമുള്ളതാ. ആ നരകത്തിന്റെ ഒരേ ഒരു തീപ്പൊരി ഈ കാണുന്ന ബഹുനില കെട്ടിടത്തെക്കാൾ വലിപ്പമുള്ളതാ. ആ ഒരേ ഒരു തീപ്പൊരി ഒരു നരകവാസിയുടെ ശരീരത്തിലേക്ക് വീണാ ആ ശരീരം മുഴുവനും വല്ലാതെ വെന്തുരുകയിട്ട് നരകവാസിയുടെ മാംസം മുഴുവനും കത്തിക്കരിഞ്ഞ് അവന്റെ മാംസം ഇങ്ങനെ ഒരു കൊഴുപ്പുള്ള ദ്രാവകം പോലെ താഴോട്ടൊലിക്കുകയാ. നമ്മളൊക്കെ ഇവിടെ നിരന്ന് നിൽക്കുന്ന അറേബ്യൻ ഹോട്ട് റെസ്റ്റോറന്റുകൾ കാണാറില്ലേ? അവിടെ ഷവർമ മെഷീന്റെ ഇടയിൽ കോഴിയെ ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ട് തീനാളങ്ങൾ ഇങ്ങനെ ആടുമ്പോ ആ കോഴിയുടെ ശരീരത്തിൽ നിന്ന് ഒരു വലിയ മഞ്ഞ ദ്രാവകം കൊഴുപ്പായി താഴോട്ടൊടുക്കുന്നത് കണ്ടിട്ടില്ല? നരകവാസിയുടെ ശരീരത്തിലേക്ക് നരകത്തിന്റെ തീനാളങ്ങൾ ആഞ്ഞടിക്കുമ്പോ ആ ശരീരത്തിന്റെ മാംസം മുഴുവന് കൊഴുപ്പായി താഴോട്ടിറങ്ങി അവന്റെ ശരീരം ഇങ്ങനെ കത്തിക്കരിയുമ്പോ തീയുടെ ചൂട് കാരണത്താൽ നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ചൂട് പോലെ അവൻ ആകാശത്തേക്ക് നോക്കുമത്രേ. ഒരു മഴ പെയ്തിരുന്നുവെങ്കിൽ ഇപ്പോൾ ഇതാ ഈ സദസ്സിൽ മഴ പെയ്തുകൊണ്ടിരിക്ക. അവൻ എങ്ങനെ ആകാശത്തേക്ക് നോക്കുമ്പോ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ പോലെ നീല കാർമേഘമല്ല. അവിടെ മഴവില്ലിന്റെ വർണ്ണരാജിയില്ല. അവിടെ വർണ്ണങ്ങൾ വാരി വിതറിയിട്ടില്ല. കരിമേഘ കൂട്ടങ്ങൾ ഇങ്ങനെ ഉപരിഭാഗത്ത് ഒരുമിച്ച് കൂടിയിട്ട് അതിൽ നിന്നും മഴ താഴോട്ട് പെയ്യുകയാ. ആ പെയ്യുന്ന മഴ തണുത്ത വെള്ളമല്ല, പിന്നെയോ യുസബ്ബു മിൻ ഫൗഖി റൂസിഹിമുൽ ഹമീം. കത്തിച്ചൊലിച്ച് തിളച്ചു മറിയുന്ന ചൂടുവെള്ളമായ ഹമീമാണ് പെയ്യുന്നത്. ഇതൊന്നും കബീർ ബാക്കവി വെറുതെ പറയുന്നതല്ല. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനാണ് ഈ വിനീതൻ ഓതുന്നത്. ആ മഴ ഇങ്ങനെ പെയ്തു വരുമ്പോ ആ ദാഹിക്കുന്നവന്റെ വായിലേക്കല്ലേ മഴവെള്ളം വീഴേണ്ടത്, ഇവരുടെ വായിലേക്കല്ല. യുസബ്ബു മിൻ ഫൗഖി റൂസിഹിമുൽ ഹമീം. അവരുടെ തലയിലേക്കാണ് ആ തിളച്ചു മറിയുന്ന ഹമീം എന്ന ചീഞ്ചലും വന്ന് വീഴുന്നത്. അത് വീഴുമ്പോ അവരുടെ തല രണ്ടായി പൊട്ടിപ്പിളർന്ന് ആ തലയിൽ നിന്ന് തലച്ചോറ് നുരഞ്ഞു പൊന്തിയിട്ട് അവരുടെ ശരീരത്തിലേക്ക് അത് താഴോട്ടൊടുകയാ. അത് ആമാശയത്തിലേക്ക് വന്നിട്ട് ഉരുകുന്ന ടാറ് പോലെ പൃഷ്ഠഭാഗത്തിലേക്ക് ഒലിച്ചിറങ്ങുമത്രേ. യുസ്ഹറു ബിഹി മാ ഫീ ബുത്തൂരിഹിം വൽ ജുലൂദ്. അവരുടെ ശരീരത്തിലൂടെ ടാറ് പോലെ താഴോട്ടൊടുകയാ. സഹോദരങ്ങളെ, ഇങ്ങനെ തീയിൽ കടന്ന് വെന്തുരുകുമ്പോ ആ നരകവാസി നരകത്തെ കുറിച്ച് ഞാൻ വെറുതെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാ. അല്ലാഹു നരകത്തെ കുറിച്ചുള്ള പേടി നമുക്ക് തരട്ടെ. ആ ഭയം നമ്മുടെ സഹോദരിമാരുടെ ഹൃദയത്തിൽ തരട്ടെ. സഹോദര സഹോദരി, നമ്മൾ കാണുന്നതൊന്നുമല്ല ജീവിതമെന്ന് പറയാ. മരിച്ചിട്ട് ആരടി മണ്ണിലടക്കിയിട്ട് പരലോകത്തെഴുന്നേറ്റ് നിൽക്കുന്നൊരു ജീവിതമുണ്ട്. ആ ജീവിതമാണ് ജീവിതം. ഈ ജീവിതം വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. നിങ്ങളെ ചതിക്കുന്ന ദുനിയാവിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. നിങ്ങളെ വഞ്ചിക്കുന്ന ദുനിയാവിലാണ് നിങ്ങൾ നിലനിൽക്കുന്നത്. ആ തീയുടെ ചൂട് കാരണത്താൽ നരകവാസി നോക്കുമ്പോ എവിടെയെങ്കിലും ഒരൽപ്പം വെള്ളമുണ്ടോ എന്ന് നോക്കുമ്പോ അതാ നരകത്തിന്റെ അങ്ങേ ഭാഗത്തൊരു നദി പോലെ ഒരു ജലം കാണുന്നു. അയാൾ ഈ തീ പിടിച്ച ശരീരവുമായി പൊട്ടി ഒലിക്കുന്ന ഈ ദ്രാവകവുമായി അകലെ കാണുന്ന നരകത്തിലേക്ക് ഓടുമ്പോ ആ നരകത്തിലേക്ക് ഓടി ആ നരകത്തിന്റെ മറുഭാഗത്ത് കാണുന്ന നദിയുടെ ഭാഗത്തെത്തുമ്പോ പെങ്ങൾ
പെങ്ങളെ അത് നദിയല്ല, പിന്നെയോ ഹമീം എന്ന് പറയുന്ന വെള്ളം ഇങ്ങനെ തിളച്ചു പൊന്തുകയാണ് അവിടെ. ആ നദിയിൽ തണുത്ത വെള്ളമില്ല, ഹമീം എന്ന് പറയുന്ന തിളച്ചു മറിയുന്ന ചീഞ്ചലത്തിന്റെ പുഴയാണത്. ആ ചൂട് സഹിക്കാൻ കഴിയാതെ ആ നരകവാസി വീണ്ടും ആ തീ പിടിച്ച ശരീരത്തോടെ നരകത്തിലേക്ക് തിരിച്ചോടും. ഓടി വരുന്ന വഴിയിൽ കുറെ ദൂരം പിന്നിടുമ്പോ ആ നരകവാസി ഓടുന്നതിന്റെ ഇടയിൽ ചിന്തിക്കുമത്രേ, ദുനിയാവിലേക്കൊരു വെള്ളം തിളച്ചു മറിഞ്ഞാൽ കുറെ കഴിയുമ്പോ സ്വാഭാവികമായിട്ടതിന്റെ ചൂട് തണുത്തു വരുമല്ലോ. അതേപോലെ ഇത്രയും വന്നതിന്റെ ഇടയിൽ ആ ചീഞ്ചലത്തിന്റെ വെള്ളത്തിന്റെ ചൂട് കുറഞ്ഞിട്ടുണ്ടാകുമെന്ന് കരുതി അയാള് തിരിച്ചു വീണ്ടും അവിടേക്ക് തന്നെ ഓടും. അവിടെ എത്തുമ്പോ ഹമീമിന്റെ ചൂട് തണുത്തിട്ടില്ല. കാരണം സൃഷ്ടിച്ചപ്പോ തന്നെ തിളച്ചു മറിയുന്ന രീതിയിൽ സൃഷ്ടിക്കപ്പെട്ടതാണ് ഹമീം. അയാള് വീണ്ടും നരകത്തിലേക്ക് തിരിച്ചോടും. പാതിയിലെത്തുമ്പോ വീണ്ടും ഈ വിചാരം വന്ന് തിരിച്ച് ഹമീമിലേക്ക് ഓടും. ഇങ്ങനെ കത്തിപ്പിടിക്കുന്ന ശരീരവുമായി ഹമീമിൽ നിന്ന് നരകത്തിലേക്ക്, നരകത്തിൽ നിന്ന് ഹമീമിലേക്ക് ഇയാൾ ഓടി നടക്കുമെന്ന് പറയുന്നത് കബീർ കവിയല്ല. ഇത് കഥയല്ല, മിത്തല്ല, ഐതിഹ്യമല്ല. ഇത് സൈഡർമാന്റെയും സൂപ്പർമാന്റെയും കഥയല്ല. ഈ രംഗം പറയുന്നവരാരെന്നറിയോ? യതൂഫൂന ബൈനഹാ വബൈന ഹമീമിൻ ആൻ ഫബിഐ ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ എന്ന് നമ്മൾ ഓതുന്ന സൂറത്തുർ റഹ്മാന. ആ റഹ്മാനിൽ അല്ലാഹു പറയാ, യതൂഫൂന ബൈനഹാ വബൈന ഹമീമിൻ ആൻ. ഹമീമിന്റെയും ഈ നരകത്തിന്റെയും ഇടയിൽ ഇങ്ങനെ തവാഫ് ചെയ്യുമ്പോൾ അവർ ഓടി നടക്കുമത്രേ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഹമീം പറയും, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതി പറയാണ്, ഈ രീതിയിൽ ഓടുമ്പോ അവസാനം അവര് നരകത്തിന്റെ മുമ്പിൽ വന്ന് നിൽക്കും. എന്നിട്ട് അവര് പറയും, അല്ലാഹുവേ മാഗിനാ അന്നീ മാലിയ ഹലക അന്നീ സുൽത്താനിയ. പടച്ചവനെ, എന്റെ സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടല്ലോ അല്ലാ, എന്റെ അധികാരം നഷ്ടപ്പെട്ടല്ല റബ്ബേ. എനിക്ക് വേണ്ടി സിന്ദാബാദ് വിളിച്ചവരെവിടെ? ഞാൻ വരുമ്പോ പടക്കം പൊട്ടിച്ച് സ്വീകരിച്ചവരെവിടെ? എനിക്ക് വേണ്ടി കത്തിയെടുത്തു കുത്തിയവരെവിടെ? ഞാൻ പറഞ്ഞാൽ റോഡ് ബ്ലോക്ക് ആക്കിയവരെവിടെ? എല്ലാവരും ആരുമില്ലാതെ ഞാൻ ഒറ്റക്കായല്ലോ അല്ലാ എന്നയാള് കിടന്ന് നിലവിളിക്കുമ്പോ അല്ലാഹു മലക്കുകളോട് പറയും, മലക്കുകളെ ഖുദൂഹു ഫഗുല്ലൂ ثم الجحيم صلوا ثم في سلسلة ذرعها 70 ذراعا فاسلكوه خذوه പിടിക്കവനെ ഫഗുല്ലൂഹു പിടിച്ച് കെട്ടവനെ ثم الجحيم صلوا നരകത്തിലേക്ക് വലിച്ചെറിയവനെ. അവരെ അല്ലാഹുവിന്റെ മലക്കുകൾ പിടിക്കും. എങ്ങനെ പിടിക്കുക? യൂറഫുൽ മുജ്രിമൂന ബിസിമാഹും ഫയൂഖദു ബിന്നവാസി വൽഅഖദാം. അവരുടെ പെരടിയിലും അവരുടെ കാലിലും പിടിച്ച് അവരെ നരകത്തിലേക്ക് വലിച്ചെറിയുമെന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഈ ഒരു അവസ്ഥയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. കാറ്റടിക്കുന്ന എന്താ ചെയ്യാ? നല്ല കാറ്റും മഴയുണ്ട്, ധാരാളം ആളുകൾ വന്നിട്ടുണ്ട്. ഇപ്പൊ എന്താ ചെയ്യാ? പ്രസംഗിക്കാൻ ഒരു ആര് ബഹളം ഉണ്ടാക്കാതെ ഇൻഷാ അല്ലാഹ് നമുക്കത് തീരും. ഞാൻ പറയാം, നിങ്ങളെ ബായിക്ക് ഇരിക്കുന്നവരെ നേരെ മുമ്പിലോട്ട് വരും, അടുത്തിരിക്കും. ഞാൻ ഇരിക്കരുത് ഇൻഷാ അല്ലാഹ്. നമ്മൾ ഇത്രയും വന്നാലും നമ്മൾ പറയാതെ പോകണ്ട. ഇനി നിർത്തണേ ഞാൻ നിർത്താം. ബൈക്കിലിരുന്നാലും മഴ നനയും. മുമ്പോട്ട് വരും.
സ്ത്രീകൾ ആ മദ്രസ തുറന്നു തരാം, അതിന്റെ അകത്തോട്ട് ഇരുന്നോളി. മദ്രസ തുറന്നു കൊടുക്കും. വളരെ നല്ല സദസ്സ്, നല്ല ജനക്കൂട്ടം. പ്രസംഗിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ കാലാവസ്ഥ പ്രതികൂലം. നമ്മള് ബഹളം ഉണ്ടാക്കി അങ്ങനെ. സഹോദരന്മാരാ, മദ്രസയുടെ ഉള്ളിലോട്ട് കയറിക്കോളൂ. എല്ലാവരും ആത്മാർത്ഥയുടെ 3 സലാത്തിലേക്ക് സല്ലല്ലാഹു. ഒരു 3 സലാത്തിൽ ഇൻഷാ അല്ലാഹ് സാഹചര്യമൊക്കെ ഇപ്പം റാഹത്താവും. ആത്മാർത്ഥമായിട്ട് 3 സലാത്തിൽ സല്ലല്ലാഹു. എന്നിട്ട് ആണുങ്ങൾ കയറിയിട്ട് പകുതി മറച്ചിട്ട് ആ പന്തലിന്റെ ബാക്കിലോട്ട് സ്ത്രീകൾക്ക് സൗകര്യം കൊടുക്കും. വോളണ്ടിയേഴ്സ് ഒന്ന് വന്നേ, ആണുങ്ങളൊന്ന് മുമ്പോട്ടേക്ക്. ആണുങ്ങൾ മുമ്പോട്ട് വരി. എന്നിട്ട് ആ പകുതി വെച്ച് മറച്ചിട്ട് സ്ത്രീകൾക്ക് പന്തലിൽ സൗകര്യം കൊടുക്കും. അവിടെ വയറൊക്കെ ഉണ്ട് കേട്ടോ, വയറുണ്ട്. ഇപ്പൊ നരകം ഇവിടെ വെച്ച് തന്നെ കാണും. അതാ പറയാ, മടക്കി കെട്ടിയിട്ടേ. ചെരുമ്പേലും മഴ പെയ്തിട്ട് 4 മാസമായി എന്നാ ഫൈസ് ഉസ്താദ് പറയണം. എല്ലാവരും ഫൈസ് ഉസ്താദ് പറഞ്ഞാൽ മഴ പെയ്യാൻ വേണ്ടി ദുആ ചെയ്യാൻ. ഇപ്പൊ മഴ പെയ്തില്ലേ? 6 മാസമായി. കുടിവെള്ളമൊക്കെ വറ്റി. പള്ളിയിൽ തന്നെ പുതിയ ബോർവെൽ അടിച്ച്. മഴയില്ല. മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി എല്ലാവരും പറയാ. ഇന്നിപ്പോ നമ്മുടെ വാതിന് മഴയും പെയ്തില്ലേ? അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അള്ളാഹു ഈ മഴ ആകാശത്തുനിന്ന് ഭൂമിയിലേക്ക് വരുന്നത് പോലെ അവന്റെ അനുഗ്രഹവും അള്ളാഹു നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നൽകുമാറാകട്ടെ. പടച്ചോനെ ശുക്ർ രേഖപ്പെടുത്തി. മഴയ്ക്ക് വേണ്ടി ദാഹിക്കുന്ന സ്ഥലങ്ങളുണ്ട്, കുടിവെള്ളം പറ്റി. അതുകൊണ്ട് നമുക്കൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായാലും
ആ മുത്തക്കങ്ങളൊക്കെ ഇങ്ങോട്ട് വന്നോളി, നിങ്ങൾ കടയിക്കാതെ ഇവിടെ വന്നേക്കി. ബുദ്ധിമുട്ടുള്ള കാർന്നോമാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഇതിനകത്ത് ഒരു 20-50 പേർക്ക് ഇരിക്കാനുള്ള സ്ഥലം സ്റ്റേജിലുണ്ട്. ഈ കസേരയിൽ ഇരിക്കുക, ഈ കസേര വെറുതെ എടുക്കല്ലേ. കാർന്നോമാരും മറ്റാളുകളൊക്കെ ഇങ്ങോട്ടിരിക്കും, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇനി നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ ഞാൻ പ്രസംഗം തുടങ്ങാം, സമയം കളയണ്ട. ഇവിടെ ഇരിക്കണതിന്റെ ഇരട്ടി ആളുകൾ പള്ളിയിലുണ്ട്. ആ കുട്ടികൾ പള്ളിയുടെ അകത്തോട്ട് ഇരുന്നിട്ട് മുതിർന്ന ആളുകൾ അകത്തോട്ട് ഇരിക്കാൻ സൗകര്യം ചെയ്തു. ആളുകൾ പള്ളിയിലുണ്ട്. നല്ല ജനമായിരുന്നു, നല്ല ജനമായിരുന്നു. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉറക്കെ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ നീ സ്വീകരിക്കണേ റഹ്മാനെ. അനുഗ്രഹീതമായ നിന്നെ മസ്ജിദ് ഉദ്ഘാടനം ചെയ്ത് സന്തോഷത്തോടെ വന്ന ഈ ജനതക്ക് അല്ലാഹുവേ നിന്നെ അനുഗ്രഹം നീ വർഷിപ്പിക്കണേ അല്ലാ. ആഗ്രഹത്തോടെ വീടും പൂട്ടി നിന്റെ ഇൽമു കേൾക്കാൻ വന്ന ഈ ജനതക്ക് അല്ലാഹുവേ ഇത് അവസാനം വരെ പൂർത്തീകരിക്കാൻ ഈ കാലാവസ്ഥയെ നീ ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണേ തമ്പുരാനെ. اللهم يا محول الأحوال حول حالنا إلى أحسن الحال. എല്ലാ അവസ്ഥാന്തരങ്ങളെയും അറിയുന്ന ജഗന്നിയന്താവായ അല്ലാഹുവേ ഇത് അവസാനിക്കും വരെ സന്തോഷത്തോടെ പറയാൻ ഒരു ദുആയോടെ പിരിയാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനേ. അല്ലാഹുവേ ഈ മഴ ഞങ്ങൾക്ക് അനുഗ്രഹമാക്കണേ അല്ലാ. മഴ നീ ഞങ്ങൾക്ക് അനുഗ്രഹമാക്കണേ അല്ലാ. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മോട് പറയാം, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും കത്തിക്കാളുന്ന നരകത്തിൽ നിന്ന് നിങ്ങൾ സൂക്ഷിക്കണേ. എങ്ങനെയാണ് ആ സൂക്ഷിക്കേണ്ടത്? എങ്ങനെയാ? നമ്മൾ കഷ്ടപ്പെട്ട് വളർത്തുന്ന നമ്മുടെ ഒരു കുടുംബമില്ല. എല്ലാം നമുക്കുണ്ടായിട്ട് കാര്യമെന്താ? ആവശ്യത്തിലധികം സമ്പത്ത് നമ്മുടെ കയ്യിലുണ്ട്, ആവശ്യത്തിലധികം സൗന്ദര്യം നമുക്കുണ്ട്, ആവശ്യത്തിലധികം ആരോഗ്യം നമുക്കുണ്ട്.
പക്ഷേ സഹോദരാ സഹോദരി, ഈ ദുനിയാവിലെ ഏറ്റവും വലിയ നമ്മുടെ സമ്പാദ്യമായി നമ്മൾ കരുതുന്ന നമ്മുടെ കുടുംബം നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ, നമ്മുടെ മക്കള് നമ്മുടെ കൈവിട്ടു പോയാൽ, ആ മക്കളെ നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം അവർ നമ്മളിൽ നിന്ന് അകന്നു പോയാൽ, നമ്മുടെ ഭാര്യ നമ്മളെ കൈവിട്ടുപോയാൽ, പ്രവാസ ലോകത്തിരുന്ന് 10-20 വർഷം വിയർപ്പ് തുള്ളികൾ ഒഴിച്ച് അല്ലാതെ ഒരു കുടുംബത്തെ കെട്ടിപ്പടുത്തിട്ട് അവസാനം ആരോഗ്യം നഷ്ടപ്പെട്ട് നമ്മൾ നാട്ടിൽ വരുമ്പോ ആ കുടുംബത്തിന്റെ സ്വസ്ഥത നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ, നമ്മുടെ ഭാര്യമാര് നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യമായി നമ്മൾ കരുതുന്നത് നമ്മുടെ മക്കളല്ലേ. ആ മക്കളെ നമുക്ക് സമാധാനം തരാത്ത മക്കളായി പോയാൽ, ഞാനിത് പറയാൻ കാരണം എന്തെന്നറിയോ, ഈ വിഷയം ഇവിടെ ഒരു മദ്രസയുടെ ഉദ്ഘാടനം നടത്തപ്പെടുമ്പോ രാവിലെ മഴ തിമിർത്ത് പെയ്യുന്ന പകലിൽ എഴുന്നേച്ച് ഈ മക്കളെ നമ്മൾ അഖ്ലാഖും ദീനിയാത്തും ഫിഖ്ഹും ഒക്കെ കയ്യിൽ കൊടുത്ത് ഈ മദ്രസയിലേക്ക് പറഞ്ഞു വിടേണ്ടതിന്റെ ആവശ്യകത എന്താ? ആധുനിക വിദ്യാഭ്യാസം മദ്രസ വിദ്യാഭ്യാസത്തിന് തടന്തമാകുന്ന കാലത്ത് സഹോദര രണ്ടും വേണമെന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. പക്ഷേ ഞാനിത് പറയുന്നത് എന്തിനെന്നറിയോ, ഈ അടുത്ത കാലത്തായി നമ്മൾ കേൾക്കുന്നതെല്ലാം ദുരന്തത്തിന്റെ വാർത്തകളാ. ഒരു പാവപ്പെട്ട അമ്മയെ തന്റെ പ്രിയപ്പെട്ട മകൻ വീട്ടിലോട്ട് വന്ന് ആ അമ്മയെ കഴുത്ത് ഞെരിച്ചിട്ട് കൊലപ്പെടുത്തുന്ന പാവപ്പെട്ട 73 വയസ്സുകാരിയെ കൊലപ്പെടുത്തി എന്ന് മാത്രമല്ല, തന്റെ അമ്മ മരിച്ചു എന്നറിയാൻ കൊലപ്പെടുത്തിയ അമ്മയുടെ ശരീരം മലത്തിക്കിടത്തിയിട്ട് അടുക്കളയിലെ ഗ്യാസ് സിലിണ്ടർ എടുത്തു കൊണ്ടുവന്ന് ജന്മം നൽകിയ അമ്മയുടെ തല അടിച്ചു പൊളിക്കുന്ന, ആ തലയടിച്ച് പൊളിച്ചിട്ടും അമ്മ അനങ്ങയില്ലെന്ന് ഉറപ്പ് വരുമ്പോ അമ്മയുടെ മരണം ഉറപ്പാക്കാൻ തലചിതറി കിടക്കുന്ന അമ്മയെ പെട്രോൾ ഒടിച്ച് കൊല്ലാൻ ശ്രമിക്കുന്ന മക്കളുടെ കാലത്ത്, ആ മക്കളുടെ കാലത്ത് കഴിഞ്ഞ മാസം കൊല്ലം സെഷൻസ് കോടതി ഒരു മകനും കൂട്ടുകാരനും ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിച്ചു. എന്തിനെന്നറിയും? മയക്കുമരുന്നിന്റെ കേസല്ല, മദ്യഭയത്തിന്റെ കേസല്ല, തന്റെ കൂട്ടുകാരനും കൂടിയിട്ട് ജന്മം നൽകി 72 വയസ്സുള്ള ഒരു വൃദ്ധയായ അമ്മയെ കൂട്ടുകാരനെ കൂട്ടുപിടിച്ച് കഴുത്ത് ഞെരിച്ച് കൊന്നിട്ട് അടുക്കളയുടെ ഭാഗത്ത് കുടിയെടുത്ത് കുടിച്ചു മൂടിയതിന് മകനെയും കൂട്ടുകാരനെയും ശിക്ഷിക്കപ്പെട്ട ഒരു ലോകത്ത് നിന്നാണ് ഞാൻ ഇന്ന് ഈ വർത്തമാനം പറയുന്നത്. എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. സമ്പത്ത് വേണോ? സമ്പത്തുകളുണ്ട്. അമ്പരചുംബികളായ കെട്ടിടങ്ങളുണ്ട്. മുഗൾ രാജവംശത്തിന്റെ ശില്പചാതുരിയെ തോൽപ്പിക്കുന്ന വലിയ ബംഗ്ലാവുകൾ നമുക്കുണ്ട്. അതിന്റെ ഉള്ളിൽ വാപ്പയെ തിരിച്ചറിയാത്ത മക്കൾ, വാപ്പയോടുള്ള കടപ്പാടുകൾ അറിയാത്ത മക്കൾ, ഉമ്മയെ സംരക്ഷിക്കേണ്ടതറിയാത്ത മക്കൾ, സാഹോദര്യ ബന്ധത്തെ അറിയാത്ത മക്കൾ. ഒരു ചേട്ടൻ അനുജന്റെ വയറ്റിന് കുത്തിയത്രേ, അനുജൻ വലിച്ചൂരി തിരിച്ചു കുത്തിയത്രേ. വാപ്പാന്റെ 2 മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി മരിച്ചു. എന്തിനെന്നറിയോ? 1 സെന്റ് മണ്ണിന് വേണ്ടിയുള്ള തർക്കത്തിന്റെ പേര്, 1 സെന്റ് മണ്ണിന് വേണ്ടി കൂടപ്പറപ്പുകൾ കുത്തി മരിച്ചിട്ടവര് 2 പേരും ഒന്നിച്ച് 6 അടി മണ്ണിൽ അടക്കം ചെയ്യപ്പെട്ട ഒരു ലോകത്ത്, എല്ലാം പണത്തിന് വേണ്ടി വിഭജിക്കപ്പെടുന്ന ലോകത്ത്, എല്ലാം കഴിഞ്ഞ് വീട്ടിലോട്ട് കയറി ചെന്നാൽ സമാധാനത്തോടെ ഒരു രാത്രി സ്വന്തം വീട്ടിൽ ഉറങ്ങാൻ കഴിയാത്ത കാലത്ത്, ഈ കോരിച്ചൊരിയുന്ന മഴയത്തും ഇത് കേൾക്കാൻ കഴിയുന്ന ഉമ്മമാരോട്, ഉമ്മമാരെ നിങ്ങളുടെ ഹൃദയം എത്ര വേദനിക്കുന്നുണ്ട് മക്കളെ ഓർത്ത്, ഭർത്താവിനെ ഓർത്ത്, കുടുംബത്തെ ഓർത്ത്. ഇതിന്റെ എല്ലാം പരിഹാരം തുടങ്ങേണ്ടത് ഇവിടെ നിന്നോ? ഭർത്താവിനെ ചതിച്ചിട്ട് ഒളിച്ചോടുന്ന ഭാര്യ, ഭർത്താവിനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുക്കുന്ന ഭാര്യ. ഇന്നലെയും കാസർഗോഡ് നിന്നൊരു വാർത്ത ഞാൻ കണ്ടത്രേ. ടൈൽസ് പണിക്കാരന്റെ കൂടെ ഒളിച്ചോടിയ ഈ കാസർഗോഡ് ഒരു കുടുംബിനിയുടെ കട. ആ ഭർത്താവ് ഗൾഫിൽ വിയർപ്പൊഴുക്കുകയാണത്രേ. ടൈൽസ് പണിക്കാരനായ അന്യസംസ്ഥാന തൊഴിലാളിയുടെ കൂടെ അത്യാവശ്യ സൗകര്യമുള്ള ഒരു വീട്ടിലെ പെണ്ണ് പോയതിന്റെ ഭേദോവികാരമേതാ? സഹോദര സഹോദരി,
എല്ലാം കയ്യിലുണ്ടെങ്കിലും മനസ്സമാധാനത്തോടെ കൂരക്കുള്ളിൽ ഉറങ്ങാൻ കഴിയാത്ത വിധം നമ്മൾ അസ്വസ്ഥമാകുമ്പോ അവിടെയാണ് മദ്രസയെ കുറിച്ച് നാം ചിന്തിക്കേണ്ടത്. ചെറുപ്പകാലത്തിൽ തന്നെ രാവിലെ എഴുന്നേറ്റ് അഖിലാക്ക് കയ്യിൽ പിടിച്ച് അവരെ മദ്രസയിലേക്ക് വരുമ്പോ രാവിലെ തണുത്ത വെളുപ്പാങ്കാലത്ത് സിദ്ദീഖ് ഫൈസി അവർക്ക് ക്ലാസ് എടുത്തു കൊടുക്കുകയാണ്. മക്കളെ, വലാ തകുല്ലുഹുമാ ഉഫിൻ വലാ തൻഹർഹുമാ വകുല്ലുഹുമാ ഖൗലൻ കരീമാ. വാർദ്ധക്യമത്ത മാതാപിതാക്കളോട് ചേർന്ന് പോലും പറയരുത്, എന്ന് പറയാൻ അനുവാദമില്ല മക്കളെ. അവരോടും മാന്യമായി സംസാരിക്കണേ. അയൽവക്കക്കാരെ ബഹുമാനിക്കണേ, അന്യ സമുദായക്കാരെ ബഹുമാനിക്കണേ. ഇങ്ങനെ ചെറുപ്പകാലത്ത് ഒരു നല്ല വ്യക്തിയെ രൂപാന്തരപ്പെടുത്തി എടുക്കുന്നത് നമ്മുടെ മദ്രസകളാണ്. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തെ ഏറ്റവും നല്ല സമാധാനമുള്ള കുടുംബമായി മാറ്റാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അല്ലാഹു നമ്മുടെ കുടുംബത്തിൽ സന്തോഷം തരട്ടെ. അല്ലാഹു നമ്മുടെ കുടുംബത്തിൽ സമാധാനം തരട്ടെ. ഈ എത്രമേലുണ്ടെങ്കിലും നമ്മുടെ കുടുംബത്തിൽ സമാധാനമില്ലെങ്കിൽ അതിന്റെ അവസ്ഥ എന്താ? അതിന് നമ്മുടെ മക്കളെ നരകത്തിൽ നിന്ന് സംരക്ഷിക്കേണ്ട ബാധ്യത ആർക്കാണ്? മനുഷ്യന്മാരെ, 9 വയസ്സാലും മക്കളോട് നിസ്കരിക്കണേ എന്ന് പറയേണ്ടത് ആരാ പറയണ്ടേ? ഉമ്മയ. വാപ്പാവിനെ കൊണ്ടോട്ട് ചർച്ചയ്ക്ക് പോവാനാ? ഉമ്മായും വാപ്പായും. വാപ്പാക്ക് ബോധ്യതയില്ലേ? വാപ്പ വെറുതെ റിയാൽ അയച്ചു കൊടുത്താൽ മതിയോ? ദിർഹം അയച്ചു കൊടുത്താലും മതിയോ? ഈ പെൺമക്കളെ വളർത്തേണ്ടതാരാ? ഞാനൊരു വാപ്പയെയും മോളെയും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരട്ടെ. ആ വാപ്പയാരെന്നറിയോ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ലോകൈക ഗുരു നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കപ്പറ. ലോകത്തെല്ലാം ഉണ്ടായിട്ട് എന്ത് കാര്യം? അവനാന്റെ വീടിന്റെ ഉള്ളിൽ സന്തോഷം വേണ്ടേ? ചെരുമ്പയിലെ ഈ മഹലിലെ മുഴുവൻ വീടും നല്ല വീടുകളായി മാറണ്ടേ? വേണ്ടേ? ദേശീയപാത മുമ്പിൽ കൂടെ പോയി ചെരുമ്പ് വികസിച്ചു. ചെരുമ്പ് വികസിക്കണമെങ്കിൽ ഈ ചെരുമ്പയിലെ ഓരോ വീടും വികസിക്കണം, നല്ല വീടാവണം. അതിന്റെ തുടക്കം മദ്രസയാവണം. ഞാൻ ഇവിടെ വന്നപ്പോ വഅദിന് കയറാൻ വേണ്ടി പള്ളിയിലോട്ട് കയറി എന്നെ മുസാഫഹത്ത് ചെയ്യാൻ തിരക്ക്. ഞാൻ കയ്യങ്ങ് നീട്ടിക്കൊടുത്താൽ മതി, എല്ലാരും വന്ന് എന്നെ മുസാഫഹത്ത് ചെയ്യുന്നു, കയ്യിൽ മുത്തുന്നു. ഇങ്ങോട്ട് വന്നപ്പോ ആളുകൾ സെൽഫി എടുക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, കയ്യിൽ മുത്തുന്നു. എന്റെ കയ്യിൽ മുത്താൻ 100 കണക്കിന് ആളുകൾ. വഅദ് കഴിഞ്ഞ് ഇറങ്ങുമ്പോ കയ്യിൽ മുത്താൻ 100 കണക്കിന് ആളുകൾ. 12:30 കേരള എക്സ്പ്രസിന് കയറിയിട്ട് നാളെ 11 മണിക്ക് ഞാൻ എന്റെ വീട്ടിലെത്തി. കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് എന്റെ കൊച്ചു ബാഗും കയ്യിൽ പിടിച്ച് അവിടെ നിന്ന് അരമണിക്കൂർ സഞ്ചരിച്ച് കൊല്ലം ജില്ലയിലെ കാരാളികോണത്തുള്ള ദാറുൽ ഇഹ്സാൻ എന്ന എന്റെ വീടിന്റെ മുമ്പിലെത്തുമ്പോ എന്റെ കൈ മുത്തം തരാൻ എന്റെ മക്കളില്ലെങ്കിൽ പിന്നെ ആരൊക്കെ എന്നെ മുത്തിയിട്ട് എന്ത് കാര്യം? എന്റെ മക്കളെ, വാപ്പ വന്നു കയറുമ്പോ വാപ്പാന്റെ കയ്യിൽ വന്ന് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് പറഞ്ഞു ഉപ്പാന്റെ കൈ പിടിച്ച് ആ ഉപ്പാന്റെ കയ്യിൽ മുസാഫഹത്ത് ചെയ്യാൻ എന്റെ മക്കള് തയ്യാറല്ല. എന്നോട് സലാം പറയാൻ എന്റെ ഭാര്യ കാത്തിരിക്കുന്നില്ല. പിന്നെ ആരൊക്കെ എന്റെ കയ്യിൽ മുത്തിയിട്ട് എന്ത് കാര്യം? ഈ ദുനിയാവിലുള്ള ലോകത്തുള്ള മുഴുവൻ ആളുകളും എന്നെ ബഹുമാനിക്കുന്നുണ്ട്. എന്റെ വീട്ടിൽ എന്റെ മക്കൾ എന്നെ ബഹുമാനിക്കില്ല, എന്നെ സ്നേഹിക്കില്ല. പിന്നെ ഈ ലോകം മുഴുവൻ എന്റെ കയ്യിൽ കിട്ടിയിട്ട് എന്ത് കാര്യം? ഉണ്ടോ മനുഷ്യന്മാരെ? നാട്ടിലോട്ടിറങ്ങിയാ നമ്മളെ സ്വീകരിക്കാൻ 100 കണക്കിന് ആളുകൾ. അദ്ദേഹം വലിയ ബഹുമാനപ്പെട്ടവരാണ്, അദ്ദേഹം വലിയ ആദരിക്കപ്പെട്ടവരാണ്. പക്ഷേ നമ്മുടെ വീട്ടിൽ നമ്മളെ തിരിച്ചറിയുന്ന ഒരു മകനില്ല. വാപ്പാടെ കട്ടത അറിഞ്ഞിട്ട് വാപ്പയെ സ്നേഹിക്കുന്ന മക്കളില്ല. ഭർത്താവിന്റെ ദുഃഖം അറിഞ്ഞിട്ട് ഭർത്താവിനെ ആശ്വസിപ്പിക്കുന്ന ഒരു ഭാര്യയില്ല. ഭാര്യയുടെ സങ്കടം കേൾക്കാൻ ഒരു ഭർത്താവില്ല. വീടാണെങ്കിലോ മുഗൾ രാജവംശത്തിന്റെ ശില്പചാതുരിയെ തോൽപ്പിക്കുന്ന മനോഹരമായ ബംഗ്ലാവാണ്. കാസർഗോഡ് പ്രത്യേകിച്ച്. കാസർഗോഡ് വീടുകളൊക്കെ കുറച്ചുകൂടി വലിയ വീടുകളാണ്. ഇച്ചാമാരുടെ വീടുകളൊക്കെ കുറച്ചുകൂടി. കാസർഗോഡ് സംസ്കാരം തന്നെ വേറൊരു സംസ്കാരമാണ്, വലിയ വീടുകളാണ്. അള്ളാഹുവിനെ നിലനിർത്തി തരട്ടെ. വീട് വലുതായിട്ട് കാര്യമില്ല. ഞാൻ ഒരു ചെറിയ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ. വാതു കൊണ്ടോണെ ഞാൻ കുറെ കഷ്ടപ്പെടുന്നല്ലോ പടച്ചോനെ. ഞാൻ നിങ്ങളോടൊരു ചെറിയ കാര്യം പറയട്ടെ, ഒരു ചെറിയ വലിയ കാര്യം.
കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ പോലെ ഇത്തിരി ചെറിയ വലിയ കാര്യം നിൻ കാതിലോതാൻ ഞാൻ സ്വയം നന്നാവുക എന്ന് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞുള്ളൂ. ചെറിയ വലിയ കാര്യം നിന്നോട് ഞാൻ പറയാം, അത് വേറൊന്നുമല്ല, സ്വയം നന്നാവുക എന്നാണ്. ഒരു ചെറിയ കാര്യം പറയട്ടെ, ശ്രദ്ധിക്കുമോ നിങ്ങള്? വിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്തുണ്ട്, ആ സൂറത്തിന്റെ പേരാണ് അങ്കബൂത്ത്. ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോളി. ഞാൻ അസ്ട്രോണമിയും ജോഗ്രഫിയും ഒന്നും പറയുന്നില്ല, അവനാന്റെ കുടുംബത്തെ കുറിച്ച് പറയാൻ. അള്ളാഹു നമ്മുടെ കുടുംബത്തെ നന്നാക്കി തരട്ടെ, അള്ളാഹു നമ്മുടെ വീടിനെ നന്നാക്കി തരട്ടെ. ഇവിടുത്തെ വീട് നന്നായാലേ സ്വർഗത്തിലെ വീട് കിട്ടും. ആ സൂറത്തിന്റെ പേര് സൂറത്തുൽ അൻകബൂത്ത്. അങ്കബൂത്തിന്റെ അർത്ഥം എന്താ? അങ്കബൂത്തിന്റെ അർത്ഥം എന്താ? അങ്കബൂത്തിന്റെ അർത്ഥം എന്താ? ചിലന്തി. ആ കണ്ട, ആ 3 കൊച്ചു മക്കളാ പറഞ്ഞ. മാഷാ അല്ലാഹ്. ആ 3 കൊച്ചുമക്കൾ പറഞ്ഞ അങ്കബൂത്തിന്റെ അർത്ഥം എന്താ? ചിലന്തി. അള്ളാഹുവിന്റെ ഖുർആനിൽ ഒരു സൂറത്തിന്റെ പേര് ചിലന്തി. എന്നിട്ട് അല്ലാഹു ആ സൂറത്തിൽ പറയാ, മസലുൽ ലദീന ഇത്തഖദൂ മിൻ ദൂനില്ലാഹി ഔലിയാ കമസലിൽ അൻകബൂത്ത് ഇത്തഖദതു ബൈതാ. ലോകത്തിലെ ഏറ്റവും ദുർബലമായ വീട് ചിലന്തിയുടെ വീടാ. ലോകത്തിലെ ഏറ്റവും ബലക്ഷയമുള്ള, ലോകത്തിലെ ഏറ്റവും ദുർബലമായ വീട് ചിലന്തിയുടെ വീടാ. ചിലന്തിയുടെ വീട് കണ്ടിട്ടില്ലേ? ഞാൻ മൊറോക്കോയിൽ പോണോ? എന്തിട്ട് മനുഷ്യന്മാരപ്പ എന്നെ എങ്ങനെ തുറച്ചു നോക്കണത്? ഒന്നാതെ മഴ ഇടിയും വെട്ടുന്നു, നിങ്ങളൊരു സ്നേഹമില്ലാതെ എങ്ങനെ എന്നാ അങ്ങനെ മനുഷ്യന്മാരെ? ചലന്തിയുടെ വീട് കണ്ടിട്ടില്ലേ? ആ ചലന്തിയുടെ വീട് എത്ര അത്ഭുതമാ. ഒരു ഗുഹാമുഖത്തോ ഒരു മരക്കമ്പിലോ പോയി ചലന്തി ഇരുന്നിട്ട് അതിന്റെ വായിലെ പശ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും 1/2 മണിക്കൂർ കൊണ്ട് ചലന്തി ഉണ്ടാക്കുന്ന വീട് ഒരു സെമിറ്റിക് എഞ്ചിനീയറിന്റെ കരവൈദഗ്ധ്യത്തെ പോലും അമ്പരിപ്പിക്കുന്ന, നൂലിഴകളുടെ ഇടയിൽ അതിശയിപ്പിക്കുന്ന ജാമിതീയ കണക്കുകളെ പോലും തോൽപ്പിക്കുന്ന സമീകൃത അകലമുള്ള ഒരു നിമിഷ നേരം കൊണ്ട് ആരെയും അമ്പരപ്പിക്കുന്ന വീടുണ്ടാക്കും ചലന്തി. ആ ചലന്തിയുടെ വീട് എത്ര മനോഹരമാണ്. പക്ഷെ അള്ളാഹു പറയാണ്, ചലന്തിയുടെ വീട് ലോകത്തിലെ ഏറ്റവും ദുർബലമായ വീട് ചിലന്തിയുടെ വീടാണ്. എന്തുകൊണ്ട്? കാറ്റൊന്നടിച്ചാൽ വിരളൊന്ന് തൊട്ടാ മതി, ആ മനോഹരമായ വീട് പൊട്ടിപ്പോവും. അതുകൊണ്ടല്ല ചലന്തിയുടെ വീട് ദുർബലമാണെന്നല്ല പറഞ്ഞത്, അത് നമ്മുടെ തെറ്റിദ്ധാരണയാണ്. ഇതാ ഞാൻ പറയുന്നത്, ഖുർആൻ പഠിക്കണമെന്ന്. ഖുർആൻ വലിയൊരു റഫറൻസ് ഗ്രന്ഥമാണ്. അള്ളാഹു അത് പറയാൻ കാരണം എന്താ അറിയോ? ആ ചലന്തിയുടെ വീട് വിരല് കൊണ്ട് തൊട്ടാലും പൊട്ടിപ്പോണത് കൊണ്ടല്ല. ആ ചലന്തിയുടെ വീടുണ്ടാക്കുന്നത് പെൺചലന്തിയാണ്. വീടുണ്ടാക്കുന്നത് ആൺചലന്തിയല്ല, പെൺചലന്തിയാണ്. ആര് പറഞ്ഞു? നിങ്ങൾ ഗൂഗിളിൽ ഒന്നും നോക്കണ്ട. ഖുർആൻ 1400 വർഷം മുമ്പ് പറഞ്ഞു, ഇത്തഖദത്തു ബൈത. ഫീലിൽ താ ഉണ്ടായാൽ ഫായിൽ മുഅന്നസൻ. ഇത്തഖദത്തു ബൈത. ഇത്തഖദ ബൈത എന്ന് പറഞ്ഞാൽ ആൺചലന്തിയാണ്. ഇത്തഖദത്ത്, ആ അതിന്റെ കൂടെ ഒരു താ കൂട്ടിയാൽ പെൺചലന്തിയാണ്. ഇതാണ് ഖുർആൻ. താ ഇല്ലെങ്കിൽ ആൺചലന്തി, താ കൂട്ടിയാൽ പെൺചലന്തി. ആ വീടുണ്ടാക്കുന്നത് പെൺചലന്തിയാണ്. ചലന്തിയുടെ വീടുണ്ടാക്കുന്ന ചലന്തി പെൺചലന്തിയാണ്. ആൺചലന്തി ഇതിന് ആവശ്യമുള്ളതൊക്കെ ചെയ്തു കൊടുക്കലേയുള്ളൂ. ആ വീടിങ്ങനെ പൂർത്തിയായി കഴിഞ്ഞാൽ, വീട് പണിയൊക്കെ പൂർത്തിയായി കഴിഞ്ഞാൽ പെൺചലന്തി ആൺചലന്തിയെ കൊല്ലും. ബാക്കി നിങ്ങൾ പൂരിപ്പിച്ചോണം. ദിർഹമുകളും ദീനാറുകളും റിയാലുകളും കട്ടപ്പാടുകളും പൈസകളും ഒക്കെ ആൺചലന്തിയുടേത്. നാട്ടിൽ വെച്ചത് ഉണ്ടാക്കിയതാരാ? ഈ അടുത്ത സമയത്ത് ഒരു വാർത്ത കേട്ടു, ഭർത്താവിന്റെ 180 പവൻ സ്വർണ്ണമായിട്ട് ഭാര്യ കടന്നു. വീടുമായിട്ട് ആ പാവപ്പെട്ട ഭർത്താവ് പെണ്ണിന്റെ പേര് വീട് എഴുതി കൊടുത്തു. അതുമായിട്ട് പോയി ഡ്രൈവറുടെ കൂടെ. ഒരായുസിന്റെ സമ്പാദ്യം മുഴുവനും കൊടുത്ത് കൊടുത്തു. പക്ഷെ ഉണ്ടാക്കിയതാരാ? നാട്ടിൽ നിന്ന് ഭാര്യ. പെൺചലന്തിയാണ് വീടുണ്ടാക്കണത്. ഞാൻ നിങ്ങളെല്ലാട്ട പറയണത്, നിങ്ങൾ നല്ല മുത്തക്കീങ്ങളാണ്. അല്ലാഹു അക്ബർ. നിങ്ങളെയല്ല, കാസർഗോഡ് പെണ്ണുങ്ങളെയല്ല. ആ വീട് പൂർത്തിയായാൽ പെൺചലന്തി ആൺചലന്തിയെ കൊല്ലും. എന്നിട്ട് പെൺചലന്തിയും മക്കളും കൂടെ ആ വീട്ടിൽ താമസം തുടങ്ങും. കുറെ കഴിയുമ്പോൾ ആ മക്കള് പെൺചലന്തിയെ കൊല്ലും. പിന്നെ അവരൊറ്റയ്ക്ക് ജീവിക്കും. അതുകൊണ്ടാ ഏത് ചലന്തി വലയിൽ ഒരു ചലന്തിയുടെ മയ്യത്ത് കാണും, അത് ഭർത്താവിന്റെ. മനസ്സിലായോ?
അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, പരസ്പര സ്നേഹമില്ലാത്ത, പരസ്പര ബന്ധങ്ങൾക്ക് വിലയില്ലാത്ത, പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ടു പോയ, ഭാര്യയെ ഭർത്താവിന് വിശ്വാസമില്ലാത്ത, ഉമ്മയെ മക്കൾക്ക് വിശ്വാസമില്ലാത്ത, ഏറ്റവും ദുർബലമായ ജീവിത ഘടന ചെലന്തിയുടേതാണ്. അതുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും ദുർബലമായ വീട് ഇന്ന ഔഹനൽ ബുയൂതില ബൈത്തുൽ അൻകബൂർ. അല്ലാഹു പറയാ, മനുഷ്യരെ, ഞാൻ ഈ പറയുന്നത് അല്ലാഹു നമ്മളോട് പറഞ്ഞു തന്നതാണ്. ഈ പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ട ചെലന്തിയുടെ വീടാണ് ദുർബലമായ വീട്. ഒരർത്ഥത്തിൽ ചിന്തിച്ചാൽ ഈ ദേശീയപാതയുടെ ഇരുവരത്തും തരയുവത്ത് നിൽക്കുന്ന കോൺക്രീറ്റ് സൗധങ്ങളില്ലേ, ആ വീടുകളൊക്കെ വെളിയിൽ നിന്ന് നോക്കുമ്പോൾ മനോഹരമാണെങ്കിലും അതിന്റെ ഉൾത്തടത്തിലെ ചെലന്തിയുടെ വീടിനേക്കാൾ ദുർബലമായ വ്യവസ്ഥിതികളല്ലേ സഹോദര. ഇതിനു വേണ്ടിയാണ് ഞാൻ ഓർമ്മിപ്പിച്ചത്, നമ്മുടെ വീടുകളെ ഒരു ആയുസ് മുഴുവനും ഒരു ഭർത്താവ് ആണ് എത്ര കട്ടപ്പെട്ടിട്ടാണ് ഒരു വീടുണ്ടാക്കുക. ആ വീട് പൂർത്തിയായിട്ട് ഭാര്യയോടൊത്ത് സമാധാനത്തോടെ കിടക്കാൻ കഴിയണില്ല, മക്കളെ സമാധാനത്തോടെ ജീവിപ്പിക്കാൻ കഴിയുന്നില്ല. ആ രീതിയിൽ നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥിതി അസ്വസ്ഥതപ്പെട്ടു പോകുമ്പോ വളർന്നു വരുന്ന തലമുറ മുഴുവൻ ലഹരിക്കടിമയായി മാറുമ്പോ ആ ലഹരിയെ കുറിച്ച് പ്രസംഗിക്കുന്നവരെ പിന്തിരിപ്പനെന്ന് വിളിക്കുന്ന LP സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് പോലും ലഹരിയുടെ പൊതികൈ മാറുന്ന കാലം. ആ ലഹരി എവിടം വരെ എത്തി എന്ന് ചോദിച്ചാൽ, ലഹരി കടിമപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ ലഹരി കൊണ്ടവന്റെ ജീവിതതാളം തെറ്റല് മാത്രമല്ല, കോട്ടയം ജില്ലയിലെ ഒരു പാവപ്പെട്ട പിതാവിന്റെയും ഒരു മാതാവിന്റെയും ഏകമകൾ, ആ മകളെ കൈവെള്ളയിൽ കൈവല്യം പോലെ കാത്തു സൂക്ഷിച്ചവളെ വളർത്തി വലുതാക്കി ഡോക്ടറേറ്റ് പഠിപ്പിച്ചു. എന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള അസീസിയ മെഡിക്കൽ കോളേജിലാണ് ആ കൊല ചെയ്യപ്പെട്ട ഡോക്ടർ MBBS പൂർത്തിയാക്കിയത്. അവസാനം 4-5 വർഷത്തോളം ഉറക്കമളച്ച് കട്ടപ്പെട്ട് പഠിച്ച് തന്റെ മാതാപിതാക്കളുടെ സ്വപ്നം പൂർത്തീകരിച്ച് ആ പാവപ്പെട്ട ഒരു ഡോക്ടർ ഡ്യൂട്ടിക്ക് വേണ്ടി കടന്നു പോകുമ്പോ അവന്റെ കാലിലെ മുറിവിലേക്ക് സ്നേഹത്തോടെ വെച്ച് കെട്ടിയ പാവപ്പെട്ട ഒരു പെൺകൊടിയെ കുത്തി മലർത്താൻ മാത്രം ലഹരി അവന്റെ മാത്രമല്ല, ഈ സമൂഹത്തിലെ നിരപരാധികളുടെ ജീവൻ എടുക്കും വിധം കോട്ടയത്തെ ഒരു വീട്ടിൽ അച്ഛന്റെയും അമ്മയുടെയും കണ്ണുനീര് തോർന്നിട്ടില്ല സഹോദര. ഈ രീതിയിൽ നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥകളെ തകർക്കപ്പെടുകയാണ്. ആ ഡോക്ടർമാര് നമ്മൾ മാലാഖമാരെ പോലെ കാണേണ്ട ഡോക്ടർമാര് അളിഞ്ഞും പുളിഞ്ഞും പുഴുത്തും കിടക്കുന്ന ശരീരം പോലും മക്കൾ വലിച്ചെറിഞ്ഞാലും ഒരു ഡോക്ടറിന് മുമ്പിൽ പോയാൽ ഗ്ലൗസുകളിട്ട് എത്ര പുഴുത്ത ശരീരത്തെയും വൃത്തിയാക്കുന്ന ഡോക്ടർമാരും നേഴ്സുമാരും മാലാഖമാരെ പോലെ നമ്മൾ പരിഗണിക്കേണ്ടവര്, നമ്മുടെ വേദനകൾ തീർക്കാൻ കാരണമായവര്, വേദനയോടെ പോകുമ്പോൾ ഇല്ലെന്ന് പറഞ്ഞ് സമാശ്വസിപ്പിക്കുന്നവര്, നമ്മുടെ ജീവന് വേണ്ടി പാടുപെടുന്നവര്, കത്തിമുനയിൽ കൂർത്തെടുക്കുന്ന ഒരു ലോകത്തേക്ക് ലഹരി നമ്മളെ കൊണ്ടുപോകുമ്പോ ആ ലഹരി സാമൂഹ്യ വ്യവസ്ഥിതിക്ക് തന്നെ ഭീഷണിയാകുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ആ കുത്തിയാള് നിസ്സാരക്കാരനല്ല. തന്റെ മുമ്പിൽ വന്നിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ധർമ്മം പഠിപ്പിച്ചു കൊടുക്കേണ്ട അധ്യാപകനാണ് അയാൾ. മാതാപിതാ ഗുരു ദൈവമെന്നല്ലേ, മാതാവ് പിതാവിനെ കാട്ടിത്തരും, പിതാവ് ഗുരുവിനെ കാട്ടിത്തരും, ഗുരു ദൈവത്തെ കാണിച്ചു തരുമെന്നാണ്. തന്റെ കയ്യിലിരിക്കുന്ന മരബെഞ്ചിലിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ദൈവത്തെ ചൂണ്ടിക്കാണിക്കേണ്ട അധ്യാപകൻ പോലും ലഹരിക്കടിമയാകുന്ന കാലത്ത് സഹോദര സഹോദരി നമ്മുടെ മക്കളെ ചേർത്തു പിടിക്കേണ്ടതാരാ? നമ്മുടെ മക്കൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കേണ്ടതാരാ? നമ്മുടെ മക്കളോട് ഇതാണ് നന്മ, ഇതാണ് തിന്മ, ഇതാണ് നല്ലത്, ഇതാണ് ചീത്ത, ഇതാണ് സത്യം, ഇതാണ് അസത്യം, ഇതാണ് ധർമ്മം, മക്കളെ ഇതാണ് അധർമ്മം, ഇതാണ് ശ്ലീലം, ഇതാണ് അശ്ലീലം എന്ന് പറഞ്ഞു കൊടുക്കേണ്ടതാരാ? ചെറുപ്പത്തിലെ തന്നെ നമ്മുടെ മക്കളെ ചേർത്ത് പിടിച്ചിട്ട് അവർക്ക് നമസ്കാരം പഠിപ്പിച്ചു കൊടുത്തു, അള്ളാനെ പഠിപ്പിച്ചു കൊടുത്തു, ഹബീബിനെ പഠിപ്പിച്ചു കൊടുത്തു, സമൂഹത്തെ പഠിപ്പിച്ചു കൊടുത്തു, ഈ ബഹുസ്വര സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ടതാരാ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കപ്പറ മനുഷ്യന്മാരെ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ
ഉസ്താദേ പെൺമക്കള് പ്രായപൂർത്തിയായില്ലേ? ആ മക്കളൊക്കെ വളർന്നു വലുതായില്ലേ? പഴയതുപോലെ പറയാൻ പറ്റുമോ എന്ന് ന്യായം പറയുന്ന ഉമ്മമാരോട് ഉപ്പമാരോട് അള്ളാന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട മകൾ സയ്യിദത്തുനാ ഫാത്തിമ, സയ്യിദത്തുനാ ഫാത്തിമ, ഫാത്തിമത്തു സഹ്റ ബത്തൂൽ റളിയല്ലാഹു തആല അൻഹാ. അള്ളാന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട മകള് ഫാത്തിമ റളിയല്ലാഹു തആലയുടെ വിവാഹം കഴിഞ്ഞ് ഹബീബായ നബി തങ്ങളുടെ വീടിന്റെ ഉപ്പാന്റെ വീടിന്റെ തൊട്ടു മുമ്പിലാണ് ഫാത്തിമക്ക് വീട് പണിതത്. കല്യാണം കഴിക്കാൻ അലി റളിയല്ലാഹു അൻഹു വരുമ്പോ അള്ളാന്റെ റസൂൽ പറഞ്ഞ ഒരേ ഒരു ഡിമാൻഡ്, അലി എന്റെ മകളുമായി എന്റെ വീടിന്റെ മുമ്പിൽ ഒരു സ്ഥലമുണ്ട്, അവിടെ ഒരു കുടിലുണ്ട്, അവിടെ താമസിക്കണേ. രാവിലെ എഴുന്നാലും എനിക്കെന്നെ മോളെ കാണണം, കിടക്കാ നേരത്തും എനിക്കെന്നെ മോളെ കാണണം. എന്റെ കണ്ണിന്റെ അകലത്ത് നിന്ന് എന്റെ മോള് പോകരുത്. എന്തെന്നറിയോ? ആ മോളെ തന്റെ വീടിന്റെ തൊട്ടടുത്തൊരു വീട് വെച്ച് കൊടുക്കാൻ ഹബീബിനെ പ്രേരിപ്പിച്ചത് അത്യാഗ്രഹമല്ല, ആ മകളോടുള്ള അമിതമായ സ്നേഹം മാത്രമല്ല, പിന്നെയോ ആ പൊന്നുമോളെ ചിറകിൽ കൊണ്ടുപോയി നടന്ന ഉപ്പയാണത്. 5ാമത്തെ വയസ്സിൽ ഉമ്മ മരിച്ചുപോയ പൊന്നുമോളാ എന്റെ പൊന്നുമോള് ഫാത്തിമ. ഉമ്മാന്റെ ചൂടും ചൂരും അധികം അറിഞ്ഞിട്ടില്ല. 5 വയസ്സ് പ്രായമുള്ളപ്പോ വഫാത്തിന്റെ നേരത്ത് ആ ഓലക്കുടിലിൽ കിടക്കുന്ന നേരത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തിരുന്ന് ഖദീജ റളിയല്ലാഹു തആല എന്ന ലോകം കണ്ട ഉമ്മമാരുടെ റോൾ മോഡലായ ഉമ്മുനാ ഖദീജ റളിയല്ലാഹു തആല അൻഹാ ലോകത്ത് നിന്ന് വിട പറയുന്ന നേരത്ത് തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് 15 വയസ്സ് അന്തരമുണ്ടായിട്ടും പ്രണയത്തിന്റെ തീവ്രമായ ആവിഷ്കാരത്തെ ലോകത്ത് സമർപ്പിച്ചു കൊടുത്ത ആ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് ഖദീജ റളിയല്ലാഹു അൻഹ തേങ്ങുന്നുണ്ട്. ഭർത്താവേ, ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ്. ഈ ജീവിതത്തിന്റെ എല്ലാ സുഖത്തിലും ദുഃഖത്തിലും കട്ടപ്പാടിലും സന്തോഷത്തിലും സന്താപത്തിലും എനിക്ക് കഴിയുന്നിടത്തോളം നിങ്ങളുടെ കൂടെ ഞാൻ നിന്നിട്ടുണ്ട്. പെങ്ങളെ, ജീവിതത്തിൽ ഒരുമിച്ച് കൂടിയിട്ട് വിട പറയുന്ന നേരത്ത് അങ്ങനെ പറഞ്ഞ് പിരിയാൻ നമുക്ക് കഴിയണം. കലഹിക്കാനല്ല, പരസ്പരം വാക്ക് തർക്കം നടത്താനല്ല, കോടതി വരാന്തകളിൽ കുടുംബ കോടതിയിൽ വീടോടെ ബാധിക്കാനല്ല. കോടീശ്വരിയായി കടന്നു വന്ന് അവസാനം മരിക്കുന്ന നേരത്ത് മൂടാനുള്ള ഒരു കരിമ്പടം പോലും കയ്യിലില്ലാതെ പരമദരിദ്രയായിട്ട് കയ്യിലുള്ളതെല്ലാം ഭർത്താവിന് കൊടുത്ത്, ഭർത്താവേ, ഇനി എനിക്കാകെ ഒരു സമ്പാദ്യമേ ഉള്ളൂ, 5 വയസ്സ് പോലും തികയാത്ത തന്റെ പൊന്നുമോളെ കയ്യിലേക്ക് പിടിച്ചിട്ട് എന്റെ ഫാത്തിമയെ ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ട് പോവാ എന്ന് പറഞ്ഞ് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ കൈ പിടിച്ചിട്ട് പ്രിയപ്പെട്ട ഉപ്പാന്റെ കൈവിരലിൽ പിടിച്ച് പ്രിയപ്പെട്ട ഉമ്മ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞത് മുതൽ തന്റെ വലത്തെ കൈയുടെ താട് മാടപ്രാവിനെ പോലെ കൊണ്ടു നടന്ന പൊന്നുമോളാ. ആ പൊന്നുമോളുടെ കല്യാണം കഴിഞ്ഞ് വീടിന്റെ മുമ്പിൽ താമസിക്കാൻ ആവശ്യപ്പെട്ടു. കല്യാണം കഴിഞ്ഞ് ഞാൻ ചരിത്രം പറയുന്നില്ല. രാവിലെ തഹജ്ജുദിന് എഴുന്നേറ്റിട്ട് ഉപ്പ മസ്ജിദുൻ നബവിയിലേക്ക് നിസ്കരിക്കാൻ പോവുകയാ. മക്കളോടെങ്ങനെയാ പറയാ? അവരൊക്കെ വളർന്നു പോയില്ലേ? ന്യായം പറയുന്നവരോട് നമ്മുടെ കുടുംബത്തിൽ നല്ല പെൺമക്കളെ സൃഷ്ടിക്കാൻ, നമ്മുടെ ജീവിതം നല്ലവരാകാൻ തന്റെ പ്രിയപ്പെട്ട പുതിയാപ്പിളയും തന്നെ മകളും കൂടി കിടക്കുന്ന വീടിന്റെ വാതിലിന്റെ മുമ്പിലെത്തിയപ്പോ തഹജ്ജുദിന്റെ സമയമാണ്. മദീന മുഴുവനും ഈത്തപ്പന മരത്തിന്റെ ഓലകൾ പോലും ഉറങ്ങുന്നത് പോലെ നിശബ്ദമായ ഒരു പ്രഭാതം. വാതിലിലും മുട്ടി വിളിക്കുന്നു, ഫാത്തിമ, അലിയേ അഫതുസല്ലിയാവാനി അന്തുമാ, നിങ്ങൾ രണ്ടുപേര് നിസ്കരിച്ചിട്ടാണോ കിടക്കുന്നത്? ഫാത്തിമ പൊന്നുമോള് കല്യാണത്തിന് മുമ്പ് നിശ്ചിതമായി ഒരു ദിവസം പോലും മുടങ്ങാതെ തഹജ്ജുദ് നിസ്കരിച്ച ഉപ്പാന്റെ മോളാ. എന്റെ കൂടെ ജീവിക്കുമോ നീ? മരണം വരെ നീ കല്യാണം വരെ തഹജ്ജുദ് മുടങ്ങാതെ നിസ്കരിച്ചിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞാ മനസ്സിലാകുമോ എന്ന് എനിക്കറിയില്ല. കോൺക്രീറ്റ് സൗധത്തിൽ നിന്ന് രാജകീയ നൗകയിലേറി പഞ്ചനക്ഷത്ര ഹോട്ടലുകളുടെ പിന്നാമ്പുറങ്ങളിൽ സുഖം തേടി അലഞ്ഞ് സ്വന്തം മക്കൾക്ക് ബ്രോസ്റ്റഡ് ഷവർമയും പാതിരാത്രിയിൽ വാങ്ങിച്ചു കൊടുക്കൽ മാത്രമാണ് ഒരു വാപ്പാന്റെ ജോലി എന്ന് കരുതി പോയ മക്കൾ ആവശ്യപ്പെട്ട ഭക്ഷണമൊക്കെ വാരി കൊടുത്തിട്ട് 2 മണിക്ക് കൊണ്ടുവന്ന് മക്കളെ കിടത്തി ഉറക്കുന്ന ഉമ്മ. ഉപ്പ, നിങ്ങൾ കേട്ടോ,
അഫതുസല്ലിയാവാനി അന്തുമാ ഫാത്തിമ മോളെ കല്യാണം വരെ മുടങ്ങാതെ തഹജ്ജുദ് നിസ്കരിച്ചിരുന്ന ഉപ്പാന്റെ മോള് ഇന്ന് തഹജ്ജുദ് നിസ്കരിച്ചിട്ടാണോ നീ കിടക്കുന്നത്? കല്യാണം കഴിഞ്ഞിട്ട് തഹജ്ജുദ് മുടക്കിയോ എന്ന് പറഞ്ഞു വാതിലിൽ മുട്ടി മകനെയും മരുമകളെയും ഉണർത്തിയിട്ട് അള്ളാഹുവിന്റെ ഹബീബ് നിസ്കരിക്കാൻ പള്ളിയിൽ പോയി. മസ്ജിദുൻ നബവിയിലെ നിസ്കാരം കഴിഞ്ഞു നോക്കുമ്പോ മോളുടെ വീട്ടിൽ വെളിച്ചം വന്നിട്ടില്ല, വെള്ളം വീഴുന്ന ശബ്ദവും കേൾക്കുന്നില്ല. ഒളു എടുക്കുന്നുണ്ട്. നിസ്കാര സലാം വീട്ടിയിട്ട് വീണ്ടും പള്ളിയിൽ നിന്നിറങ്ങി ഫാത്തിമയുടെ വീടിന്റെ വാതിൽ വന്ന് വീണ്ടും മുട്ടുന്നു. ഫാത്തിമ അലിയെ അഫതുസല്ലിയാവാനി അന്തുമാ, നേരത്തെ വിളിച്ചിട്ട് എഴുന്നേറ്റിട്ട് വീണ്ടും കിടക്കുകയാണോ? നമ്മുടെ മക്കളെ നമ്മൾ സുബഹിക്ക് വിളിച്ചാല് എഴുന്നേക്കും, പിന്നെയും നമ്മൾ അടുക്കളയിൽ പോകും, അവര് വീണ്ടും ഉറങ്ങാൻ തുടങ്ങും. വിട്ടില്ല. തിരിച്ചു വന്നിട്ട് വാതിലിൽ മുട്ടി, അലിയെ ഫാത്തിമ നിങ്ങൾ രണ്ടുപേര് എഴുന്നേക്കാട് പിന്നെയും കിടന്നുറങ്ങാണോ എന്ന് ചോദിച്ചപ്പോ ഒരല്പനേരം കഴിഞ്ഞപ്പോ തെല്ല് ജാള്യതയോട് അലി റളിയല്ലാഹു തആല അൻഹു മണിയറയുടെ വാതിൽ തുറന്നു. അലിയെ തഹജ്ജുദ് നിസ്കരിച്ചില്ല. പുതിയാപ്ലയോട് ചോദ്യം, പുതിയാപ്ലയോടുള്ള ചോദ്യം. ഇന്നാ ചോദ്യം വന്നാൽ എന്തൊക്കെ കേസ് കെട്ടാണ് ഇതിന്റെ പുറകിൽ വരിക? ആദ്യ രാത്രിയിൽ പുതിയാപ്ലയോട് അമ്മായി ഇപ്പം തഹജ്ജുദ് നിസ്കരിക്കാൻ പറഞ്ഞ പിന്നെ വരുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ എത്രയാ? പുതിയാപ്ലയുടെ മനുഷ്യാവകാശ ലംഘനത്തിന്റെ പേരിൽ ഇവിടെ സിന്ദാബാദ് വിളിക്കില്ലേ? സഹോദര സഹോദരി, അലി റളിയല്ലാഹു അൻഹു തെല്ല് ജാള്യതയോടെ പറഞ്ഞതെന്നറിയോ? ആ മരുമകനെ സമ്മതിച്ചു കൊടുക്കണം. അങ്ങനെയുള്ള മരുമക്കളെ അല്ലാഹു നമുക്ക് തരട്ടെ. ഒരു മരുമകൻ വീട്ടിൽ വന്നാൽ കുടുംബ ബന്ധം തകരരുത്. അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ റസൂലല്ലാഹ്, നബിയേ നുഫൂസുനാ ബിയദില്ലാഹ്, ഞങ്ങളുടെ ആത്മാവ് അല്ലാഹുവിന്റെ കയ്യിലല്ലേ നബിയേ? ഉറങ്ങുന്ന നേരം റൂഹ് പടച്ചവന്റെ അടുക്കൽ പോകുമെന്നല്ലേ അങ്ങ് പറഞ്ഞത്? ഇൻഷാ അംസകഹാ വഇൻഷാ അർസലഹാ, അല്ലാഹു ഉദ്ദേശിച്ചാൽ റൂഹിനെ തിരിച്ചു തരും, ചിലപ്പോ അവനങ്ങ് പിടിച്ചു വെച്ചേക്കും. പടച്ചോൻ റൂഹ് തിരിച്ചു തരാതെ എങ്ങനെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കും നബിയേ? അങ്ങല്ലേ ഞങ്ങളോട് അങ്ങനെ പറഞ്ഞതല്ലേ? അലി റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് മറുപടി പറഞ്ഞപ്പോ ഹബീബായ നബി തങ്ങൾക്ക് ചിരി വന്നുപോയി. എന്തോ ഒരു വീടാണിത്, എന്ത് വലിയ തമാശ നിറഞ്ഞ അഷ്റഫുൽ ഖൽഖിന്റെ വീടാണിത്. ഈത്തപ്പന മരത്തിന്റെ ഓലമനഞ്ഞ വീട്ടില് തഹജ്ജുദിന് ഈ അമ്മായിയപ്പനോട് മരുമോൻ തർക്ക് പറയാണ്, നബിയെ നിങ്ങളല്ലേ പറഞ്ഞത് പടച്ചോ തിരിച്ചു തരാതെ എങ്ങനെ എഴുന്നേക്കും നബിയെ? ഇത് കേട്ട ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചിരിച്ചുകൊണ്ട് ആ വീട്ടിൽ നിന്ന് തിരിച്ചിറങ്ങി. ഇറങ്ങിപ്പോകുന്ന വഴിയിൽ അല്ലാഹുവിന്റെ റസൂല് തന്റെ വലത്തെ കൈകൊണ്ട് തന്റെ തൊടയിൽ ഇങ്ങനെ അടിച്ചിട്ട് ഹബീബ് പിറുപിറുത്തിട്ട് ഒരായത്ത് ഓതിയിട്ട് തിരിച്ചിറങ്ങിപ്പോയി. വകാനൽ ഇൻസാനു അക്തറ ശൈഇൻ ജദലാ, അല്ലെങ്കിലും മനുഷ്യനെ തർക്കിക്കുന്ന കാര്യത്തിൽ ഒട്ടും പുറകിലല്ലോ. വകാനൽ ഇൻസാനു അക്തറ ശൈഇൻ ജദലാ, അല്ലെങ്കിലും തർക്കത്തിന്റെ കാര്യത്തിലും മനുഷ്യൻ ത്വരയിലല്ലോ എന്ന് പറഞ്ഞ് തിരിച്ചുപോയി നബി മുഹമ്മദ് മുസ്തഫ. കല്യാണം കഴിഞ്ഞിട്ട് ആദ്യ രാത്രിയില് സ്വന്തം മകളെ തഹജ്ജുദ് നിസ്കരിക്കാൻ വിളിച്ചെഴുന്നേൽപ്പിച്ച ആ വാപ്പാന്റെ ഉത്തരവാദിത്വം 5 വക്ത് നിസ്കാരത്തിനെങ്കിലും നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമ്മൾ ക്ഷണിക്കാറുണ്ടോ? ഗൾഫിൽ നിന്ന് അവധിക്ക് വരുമ്പോ വാപ്പ കുറച്ചു നാളെ ഉള്ളൂ, ശരി തന്നെ. പക്ഷേ കോൺക്രീറ്റ് സൗധത്തിൽ നിന്ന് രാജകീയ നൗകയിലേറി കാസർഗോഡ് ടൗൺ മുതൽ ഇതുവരെ തെളിഞ്ഞു നിൽക്കുന്ന വൈകുന്നേരം 5 മണിക്ക് തുറന്നിട്ട് പാതിരാത്രി 3 മണിക്ക് പൂട്ടുന്ന ബ്രോസ്റ്റും ഷവർമയും വാങ്ങിച്ചു കൊടുത്ത് ഫാമിലിയായി പാതിരാത്രി മുഴുവനും അങ്ങാടി കറങ്ങിയിട്ട് വയറ് നിറച്ച് ബ്രോസ്റ്റും കോടിയും വാങ്ങിച്ച് മക്കളെ ആമാസിക നിറച്ച് 2 മണിക്ക് ഭാര്യയും മക്കളെയും കൊണ്ടുപോയി വീട്ടിൽ കിടന്നുറങ്ങുന്ന വാപ്പ ഉമ്മ സുബഹിക്കെടുന്നേക്കാട് ആ മക്കളെ എഴുന്നേൽപ്പിക്കാട് ആ മക്കൾക്ക് നരകത്തിന്റെ ഭക്ഷണം നിറച്ചു കൊടുത്ത് ആ മക്കളെ നിസ്കാരം കളാക്കിയതിന്റെ ഉത്തരവാദിത്വമാർക്ക? എന്നോട് ദേഷ്യം തോന്നനാ? എന്നോട് ദേഷ്യം തോന്നനാ? ആർക്കാണ് അതിന്റെ ഉത്തരവാദിത്വം?
ഏത് വീടാ നേരത്തെ കിടന്നുറങ്ങണ വീടേതാ ഉള്ളത്? നമ്മുടെ വീടുകൾക്ക് പറ്റിയ ഏറ്റവും വലിയ അപജയം ബറക്കത്തില്ലാത്തതിന്റെ കാരണം താമസിച്ചുറങ്ങലും സുബഹിക്ക് എഴുന്നേൽക്കാത്തതുമാണ്. പണ്ടൊക്കെ കട അടക്കണ സമയത്താണ് ഇപ്പൊ കട തുറക്കുക. 5 മണിക്ക് തുറന്നിട്ട് 2 മണി വരെ ആയിക്കോളൂ. മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞ് നിങ്ങൾക്ക് മക്കളുമായിട്ട് പോകാമല്ലോ. രാത്രിയിലെ ഭക്ഷണം കഴിക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ഏടാ? പിള്ളേരൊക്കെ എഴുന്നേറ്റ് പോകുന്ന എനിക്ക് തോന്നുന്നു. ഏറ്റവും ബെസ്റ്റ് ടൈം ഏതാ ഭക്ഷണം കഴിക്കാൻ ആരോഗ്യകരമായി? 7 മണിക്ക് ശേഷം കഴിക്കരുതെന്നാ ഡോക്ടർമാര് പറയാ. മഗ്‌രിബിന് 7 മണിക്ക് മുമ്പ് രാത്രി ഭക്ഷണം കഴിക്കണമെന്ന്. ഏറ്റവും നല്ല സമയേതാ? 7 മണിക്ക് മുമ്പ് രാത്രിയിലെ ഭക്ഷണം അവസാനിപ്പിക്കണം. ഈ പാതിരാത്രി ഇങ്ങനെ തിന്നണത് കൊണ്ടാണ് എല്ലാവർക്കും കുടവയറിറങ്ങണത്. പണ്ടൊക്കെ ഇങ്ങനെ കൈകെട്ടിയവർ ഇപ്പൊ ഇങ്ങനെയാ കൈകെട്ടത്. രാത്രിയിലെ ഭക്ഷണം തിന്നോടനെ ഉറങ്ങും, ദഹിക്കല് നടക്കൂല. സഹോദരങ്ങളെ, ഭാര്യയും മക്കളുമായി നിങ്ങൾ വെളിയിൽ പോയിക്കോളി. ഏറ്റവും കുറഞ്ഞത് 10 മണിക്ക് മുമ്പ് നിങ്ങൾ വീട്ടിലെത്തണം. മക്കളെ നേരത്തെ കിടത്തി ഉറക്കണം. എന്നിട്ട് പറയണം, മക്കളെ നിങ്ങൾ തഹജ്ജുദ് സുബ്ഹി ജമാഅത്തായിട്ട് നിർവഹിക്കണം. വാപ്പയും മയ്യക്കാര്യത്തിൽ എന്താ ചെയ്യാ? ശരിയല്ലേ? ശരിയല്ലേ? നമ്മുടെ മക്കളുടെ ആരോഗ്യത്തെയും നമ്മൾ നശിപ്പിക്കും. ചുമ്മാ ഇറങ്ങി കറങ്ങി നടക്കാൻ. ഇശാ നമസ്കാരം കഴിഞ്ഞ് മസ്ജിദുൻ നബവിയിൽ ആരെങ്കിലും കഥ പറഞ്ഞിരിക്കുന്നുണ്ട്, നബി തങ്ങൾ അവരെ ആട്ടി ഓടിക്കും, വീട്ടിൽ പോകാൻ പറയും. പള്ളിയിൽ ഇരുത്തൂല. ഇശ കഴിഞ്ഞിട്ട് ഇരുന്നൂടാ, കഥ പറഞ്ഞിരുന്നൂടാ. ഇശ കഴിഞ്ഞിട്ട് രാക്കഥ പറഞ്ഞുകൂടാ. നഷ്ടപ്പെടുന്നത് നമ്മുടെ മക്കളെയാണ്. ആ മക്കൾ സുബഹിക്ക് വന്ന് നിസ്കരിച്ച് പഠിച്ചിട്ടില്ല, അള്ളാനെ പഠിച്ചിട്ടില്ല, അവിടുത്തെ ഹബീബിനെ പഠിപ്പിച്ചിട്ടില്ല. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറ, നമ്മുടെ മക്കളെ ഇങ്ങനെ കൊണ്ടുനടക്കേണ്ട പാതിരാത്രിക്കാണോ? അല്ല, നമ്മുടെ മക്കളെ ഇതേപോലെ അള്ളാന്റെ റസൂല് ഫാത്തിമ ബീവിയെ കൊണ്ടു നടന്നത് എങ്ങനെയാ? എല്ലാം വാങ്ങിച്ചു കൊടുത്തിട്ടല്ല. മഹദിയായ ആയിഷ റളിയല്ലാഹു തആല ഒരു സംഭവം പറയുന്നുണ്ട്. ഞാനും എന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറയും, ഉറക്കെ പറയും മനുഷ്യന്മാരെ. സമയായ നിർത്താ? സമയായ 10 മണി വരെ പോവില്ലേ? നന്നായി. അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ പറയും. അള്ളാഹു സ്വീകരിക്കട്ടെ. ഏറ്റവും നല്ല ടൈം 7 മണിയാണ്. ഞാൻ ഈ സംഘാടകരെ അഭിനന്ദിക്കുകയാണ്. എന്തിനെന്നറിയോ? വളരെ നേരത്തെ തുടങ്ങി. യഥാർത്ഥത്തിൽ ഏത് പ്രസംഗവും നടത്തേണ്ട ടൈമാണ് മഗ്‌രിബ് കഴിഞ്ഞ് തുടങ്ങുക, 9 മണിക്ക് അവസാനിപ്പിക്കുക. ഇല്ലെങ്കിൽ ഈ വാതുകൊണ്ട് ഒരു ഗുണമുണ്ടാവും. ഒരു പ്രഭാഷകനായ ഞാൻ തന്നെ പറയണം, ഇത് 9:30 മണിക്ക് തുടങ്ങും, 12:30 വരെ വാത് പോയി കിടന്നുറങ്ങും. സുബഹിക്ക് എഴുന്നേക്കൂല. പ്രസംഗിക്കുന്ന ആൾ എഴുന്നേക്കൂല, കേൾക്കണവരും എഴുന്നേക്കൂല. ഒരു 4 ദിവസം തുടർച്ചയായിട്ട് 1 മണിക്ക് ഇറങ്ങിയാൽ അവസ്ഥ എന്താ? സുബഹി ജമാഅത്തായിട്ട് നിസ്കരിക്കണമെങ്കിൽ സുബഹി പോകും. സുബഹി കഴിഞ്ഞ് ഔറാദുള്ളവർ ഓതൂല, കിടന്നുറങ്ങും. വാതുകൊണ്ട് എന്താ ഗുണം? വാതിന് വന്നു, വാതിന് വന്നു, സുബഹിക്ക് ഇല്ല, കള്ള. എന്താ കഥ? പണ്ട് മുസ്ലിമായ ഒരാൾ കള്ളു കുടിക്കാൻ ബാറിൽ കയറി. കള്ളു കുടിച്ചോണ്ട് ഇപ്പൊ സപ്ലയറോട് ചോദിച്ചു, ഇതിന്റെ കൂടെ തൊട്ട് നക്കാൻ എന്തുണ്ടെന്ന്, ടച്ചിങ്സിന്. അപ്പൊ സപ്ലയർ പറഞ്ഞു, നല്ല ഞണ്ടിന്റെ കറിയുണ്ട്. അപ്പൊ ഇയാൾ പറഞ്ഞു, അല്ലോ അത് വേണ്ട, നമ്മുടെ മദ്ഹബി കറാഹത്താണ്. ടച്ചിങ്സിന് വെച്ച് അയാൾ പറഞ്ഞു ഞണ്ടിന്റെ കറി. അപ്പൊ അത് വേണ്ട, അത് നമ്മുടെ ഷാഫി മദ്ഹബിൽ ചെറിയ കറാഹത്താണ്, അതുകൊണ്ട് വേണ്ട. ഇവന്റെ കയ്യിലുള്ളതോ ഹറാമാണ്. വഅ്ള് കേൾക്കാൻ നമ്മളെല്ലാരും ഉണ്ട്. സുബഹിക്ക് ബാങ്ക് വിളിച്ചപ്പോ അരസഫില്ല. പിന്നെ ഈ വഅ്ള് പള്ളിമുറ്റത്ത് നടത്തിയിട്ടുള്ള പ്രയോജനം എന്താ? അതുകൊണ്ടാണ് വഅ്ള് പ്രയോജനം ചെയ്യാത്തത്. ഈ 7 മുതൽ 9:30 വരെയുള്ള ടൈം പ്രൈം ടൈമാണ്. അതുകൊണ്ടാണ് പ്രൈം ടൈം ന്യൂസ്. എല്ലാ സീരിയലും ആ സമയത്ത്. കാരണം ആ സമയത്ത് പറഞ്ഞാൽ ഹൃദയത്തെ സ്വാധീനിക്കുന്നത് പോലെ വേറൊരു സമയത്ത് ഹൃദയത്തെ സ്വാധീനിക്കില്ല. അതുകൊണ്ടാണ് ആ സമയത്ത് കാണുന്ന സീരിയൽ പിറ്റേ ദിവസം അതേ സമയത്ത് കാണുമെന്ന് തോന്നല് വരിക. ആ സമയത്ത് പെട്ടെന്ന് ഹൃദയത്തിലോട്ട് ക്യാച്ച് ചെയ്യും. ആ സമയത്ത് അള്ളാഹുവിനെയും റസൂലിനെയും കുറിച്ച് പറഞ്ഞാൽ ഹൃദയത്തിലേക്ക് ചെയ്യും. അപ്പൊ യഥാർത്ഥത്തിൽ നാളെയും മഗ്‌രിബ് കഴിഞ്ഞ ഉടനെ തുടങ്ങണം. ഇതില് സംഘാടകരെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഞാനിപ്പോ എന്റെ എല്ലാ ഡേറ്റും കൊടുക്കണം ഇങ്ങനെ ഷടിച്ചിട്ടാണ്. 10:30 മണിക്കപ്പുറത്തേക്ക് ഞാനിപ്പോ വാള് പറയില്ല.
അത് മതി. എന്തിനാണ് ജുമാ പ്രസംഗിച്ച് കുറെ ആളുകളും ആരുമായിട്ട് നടക്കുന്നതിനപ്പുറം പറയണത് ഉള്ളത് അത്രയും മതി. ഈ ടൈം കിട്ടിയാൽ വലിയ 10,000-കണക്കിന് ആളുകളൊന്നും വേണ്ട, ആ പൂതിയൊക്കെ തീർന്നു. എന്നെ ഞാൻ പറയാം, 10,000 ഗ്രൗണ്ട് നിറഞ്ഞ ആളുകളൊക്കെ, അതിനൊക്കെ ഒരു കാലമുണ്ട്, ആ കാലം കഴിഞ്ഞു, ആ പൂതിയൊക്കെ തീർന്നു. ഇങ്ങനെ അർശിന്റെ മുകളിൽ വലിയ ഷെയ്ഖുനായിട്ട് ഇപ്പൊ തിരിച്ചറിവിന്റെ കാലമാണ്. 40 കഴിയണം അതിന്, തിരിച്ചറിവിന്റെ കാലം. അതുകൊണ്ടാണ് 40 കഴിഞ്ഞപ്പോ ഹംദാൻ ഫൗണ്ടേഷൻ ഞാൻ തുടങ്ങിയത്. ഈ പ്രസംഗം അവസാനിക്കും, ഈ ആൾക്കൂട്ടം അവസാനിക്കും, എന്റെ ശബ്ദം തീരും. പക്ഷേ ഹംദാനിലെ 200 ഹാഫിളീങ്ങൾ, എന്റെ ഒരു സ്വപ്നമാണ് ഹാഫിളായ ആലിമായ IAS കാരൻ. ഐ ഹാവ് എ ഡ്രീം. ആ സ്വപ്നത്തിന്റെ പുറകെയാണ് ഞാൻ. നാളെ അഹമ്മദ് കബീർ ജീവിച്ചിരുന്നു എന്നതിന് അടയാളം പറഞ്ഞ സദസ്സുകളല്ല, പ്രഭാഷണ വേദികളുടെ എണ്ണമല്ല, കൂടിയ റെക്കോർഡ് ജനക്കൂട്ടമല്ല, ഹംദാനിൽ നിന്നിറങ്ങുന്ന എന്റെ ഹാഫിളീങ്ങളായ എന്റെ വിദ്യാർത്ഥികളാണ്. അതിന്റെ പുറകിലാണ് ഞാൻ. ഒരു വിദ്യാഭ്യാസ വിപ്ലവത്തിന് നമ്മളാൽ കഴിയുന്നത് ചെയ്യാൻ കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, ഒരു വീടിനെ എങ്ങനെ രൂപീകരിക്കണം. ഇവിടെ ആയിഷ റളിയല്ലാഹു അൻഹ പറയാ, ഞാനും എന്റെ ഹബീബായ നബി തങ്ങളും ഞങ്ങളുടെ വീട്ടിൽ, എന്റെ വീട്ടിൽ ഒരു ഉച്ച നേരത്ത് ഒരു പുതപ്പിന്റെ അടിയിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ കിടക്കുക. രണ്ടുപേരും കൂടെ പുതപ്പിന്റെ അടിയിൽ കിടന്ന്, പകുതിയെ പുതപ്പിട്ടിട്ടുള്ളൂ, അതിന്റെ അടിയിൽ കിടന്ന് ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക. വാതിൽ അടച്ചിട്ടില്ല. ആരാ പറയുന്നത്? ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ. ഭാര്യമാരുടെ കൂടെ അള്ളാന്റെ റസൂൽ ഉച്ച നേരത്ത് പകുതി പുതപ്പ് മുടിച്ചിട്ട് ആ കൊച്ചു വീട്ടില് 10 മുഴം നീളമുള്ള, AC റൂമൊന്നുമല്ല, 10 മുഴം നീളമുള്ള, 8 മുഴം വീതിയുള്ള, ആകാശത്ത് മഴ പെയ്താൽ മുഴുവനെ ചോന്നൊലിക്കുന്ന ആ കൊച്ചു കൂരയില് അവർ രണ്ടുപേരും പുതപ്പിന്റെ ഉള്ളിൽ കിടന്നു. എന്റെ പൊന്നു മനുഷ്യന്മാരെ, ഭാര്യയും ഭർത്താവും തമ്മിൽ ചെറിയ ഒരല്പം ഒരു മിംഗ്ലിങ് വേണം. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. ഭർത്താവും ഭാര്യയും തമ്മിൽ, നമ്മുടെ ഭാര്യയുടെ കൂടെ നമ്മൾ ഒരല്പസമയം ഇങ്ങനെ ഇരിക്കുവോ? എനിക്ക് തിരക്കാണ്, അവിടെ പോണം, ഇവിടെ പോണം, തുണി ഇടറി, മുണ്ടിടറി, മൊബൈൽ ഫോൺ എവിടെ? വീട്ടിലിരിക്കണ ഭാര്യയോട് വർത്താനം പറയാൻ സമയമില്ലാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഒരു ഭർത്താവ് ഭാര്യയ്ക്ക് കൊടുക്കണ ഏറ്റവും വലിയ സമ്മാനം എന്താണെന്നറിയോ? വജ്രമോതിരല്ല, 10 പവന്റെ മാലയല്ല. ഒരു ഭർത്താവിന് ഭാര്യയ്ക്ക് കൊടുക്കാൻ പറ്റണ ഏറ്റവും വലിയ സമ്മാനം അവളെ കേൾക്കലാണ്. അവളെ കേൾക്കുക. ആ ഭാര്യയെ കേൾക്കാൻ കുറച്ച് സമയം കണ്ടെത്തുക. അല്ലെ നിങ്ങൾ 10 പവന്റെ മാലയും വജ്രമോതിരവും കൊടുക്കണല്ല. നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാല് വൈകുന്നേരം വരെ കടയിൽ സംസാരിക്കാൻ ആളുണ്ട്, നമ്മുടെ കൂട്ടുകാരുണ്ട്, വീട്ടുകാരുണ്ട്, പള്ളിയിലുണ്ട്, എല്ലാവരും ഉണ്ട്. സംസാരിച്ച് കൊതി തീർന്നിട്ടാണ് നമ്മൾ വീട്ടിൽ പോവുക. നമ്മുടെ ഭാര്യ അങ്ങനെയല്ല. രാവിലെ ഭർത്താവ് പോയ പിന്നെ അവൾക്ക് സംസാരിക്കാൻ ആരുമില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ അവള് കാത്തിരിക്കണത് എന്റെ ഭർത്താവ് വരുമ്പോ എനിക്ക് ഇത്രയേറെ സംസാരിക്കണം. എല്ലാ ജോലിയും കഴിഞ്ഞ് പാവൻ രാവിലെ മുതൽ മക്കളെ പറഞ്ഞു വിട്ട്, ഈ മക്കളെ സ്കൂളിൽ വിടുക എന്ന് പറഞ്ഞാൽ ആ സമയമില്ല. തമിഴ്നാട്ടിൽ നിന്ന് താറാവിനെ കൊണ്ടുവരണ മാതിരിയാ. ഈ മക്കളെ സ്കൂളിൽ വിടുക എന്ന് പറഞ്ഞാല് ഒന്നിനെ ഇങ്ങോട്ട് ഓടിക്കാൻ 4 അങ്ങോട്ട് പോകും, അപ്പുറത്തുനിന്ന് ഓടിക്കുമ്പോ ഇങ്ങോട്ട് പോകും. ഈ കുട്ടികളുണ്ടല്ലോ, ഒരു ഭർത്താവും വീട്ടിൽ ഇരിക്കാൻ ആഗ്രഹിക്കാത്തൊരു സമയമുണ്ട്. ഏതാണെന്നറിയോ? ഒരു ഭർത്താവും വീട്ടിൽ ഇരിക്കാൻ ആഗ്രഹിക്കാത്തൊരു സമയമുണ്ട്. ഏത് സമയം? എന്താ അപ്പൊ നിങ്ങൾ പറയാം, നിങ്ങളെല്ലാം ബാച്ചിലേഴ്സാ, എല്ലാം ഋഷിശൃംഗന്മാരാണ്. ഏതാ ടൈം? 8 മുതൽ 9 വരെ. ആ സമയത്താണ് ഈ മക്കളെ സ്കൂളിൽ വിടുന്ന സമയം. ഭാര്യയും മക്കളും തമ്മിൽ ഒരു ബദർയുദ്ധം നടക്കുന്ന സമയമാണത്. അവന്റെ പാത്രം കാണൂല, സഞ്ചി എവിടെ? ഭാര്യക്ക് ഭയങ്കര ബീപി. സഞ്ചി എവിടെ? സഞ്ചി തോറ്റോത്ര എവിടെ? ഇങ്ങോട്ട് വേണം. അപ്പോഴാണ് നിക്കറ്. ബെൽറ്റ് എവിടെ? ബെൽറ്റ് കാണാനില്ല. ബെൽറ്റ് ഇട്ടപ്പോ അതിന്റെ ക്ലിപ്പ് കാണാനില്ല. ഇവന്റെ ഒക്കെ തലക്ക് കൊടുക്കണം ഒരു അടി, അങ്ങോട്ട് ഇങ്ങോട്ട്. വീട് മുഴുവൻ യുദ്ധക്കളവാണ്. അവസാനം ഇതെല്ലാം കഴിഞ്ഞിട്ട് അവനെ എടുത്ത് ഒരു വിധത്തിൽ കുളിപ്പിച്ച് കൊണ്ടുവന്ന് ബാഗ് എല്ലാം കൊണ്ട് വെച്ച്, പുസ്തകവും വെച്ച്, എടുത്തും വെച്ച് ബാഗിലോട്ടിട്ട് തോളിലോട്ട് ഇടുമ്പോഴാന്ന് പറഞ്ഞത് ബാഗിന്റെ വള്ളി പൊട്ടിയിരിക്കുന്നു. ഇവനെ ഒന്നും പറഞ്ഞിട്ട് കാര്യം, ഇവന്റെ തന്തയിന്റെ അപ്പുറമാണ് കൊടുക്കാണ്ട് തലയ്ക്ക് വന്നത്. ആ സമയത്തൊരൊറ്റ ഭർത്താക്കന്മാരും വീട്ടിൽ ഇരിക്കുന്ന ഇഷ്ടപ്പെടൂല. ഇഷ്ടപ്പെടുവോ? അതൊരു സമയമാണ്. ആ സമയത്ത് എന്തേലും പറയാൻ പോയാൽ തീർന്ന് അന്ന് തലാക്കം പോയി. അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഭർത്താവിനുള്ള ചോറ് ഉണ്ടാക്കി എല്ലാം കഴിഞ്ഞ് കുളിച്ച് നിസ്കരിച്ച് കാത്തിരിക്കാണ് ഭർത്താവ് വരുന്നതും കാത്തു. മഗ്‌രിബായപ്പോ ഭർത്താവ് വന്നു. ഈ പാവം കുളിച്ചൊരുങ്ങി ആണ്ടിയുടെ പൗഡർ ഇട്ട് ഉള്ള സ്പ്രേയും, പിന്നെ കാസർഗോഡുകാരെ സംബന്ധിച്ചോളം ലോകത്തെ ഏത് കറുമ്പനും വെളുക്കുന്ന ക്രീമും ഉണ്ട്. ഇപ്പൊ
ഇതൊക്കെ എവിടെ നിന്ന് കണ്ടുപിടിക്കണുണ്ട്? ഞാൻ ആ ക്രീം കുറെ നോക്കിയിട്ട് കണ്ടുമില്ല. കാസർഗോഡുകാരൻ വെളുക്കണ ക്രീമുണ്ട്, അതിട്ടാൽ ആരും വെളുക്കുന്നാണ്. പോക്കറ്റാണോ മുഖമാണോ എന്ന് അറിഞ്ഞൂടാ, വെളുക്കും. ആ ക്രീമൊക്കെ ഇട്ട് ഭർത്താവ് ഇങ്ങോട്ട് വരുമ്പോ ഭാര്യ വന്നിട്ട്, പിന്നെ ഞാൻ ഇന്ന് അടുക്കള എന്നപ്പോ നിങ്ങളുടെ പെങ്ങള് ഇവൻ അവളോട് കടിച്ച് അടിച്ചില്ല. അതോടെ ആ പാവത്തിന്റെ എല്ലാം അതേപടി പോകും. യഥാർത്ഥത്തെ അവര് സംസാരിക്കാൻ കാത്തു നിൽക്കാൻ ആ സമയത്ത് വന്നിട്ട്, പിന്നെ എന്താ നിങ്ങളുടെ പെങ്ങൾ ഇന്ന് അടുക്കളയിക്കുമ്പോ എന്നോട് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ഭയങ്കര വിഷമമായി. അപ്പൊ മെല്ലെ ഒന്ന് ചേർത്ത് വെച്ചിട്ട്, അതിപ്പോ നീ നോക്കരുത്, നിനക്ക് ഞാനില്ലേ, ഞാൻ നിന്നെ വല്ലതും പറയോ? ഇല്ല. ഞാനില്ലേ കൂടെ? ഉണ്ട്. പിന്നെന്താ? അതോടെ തീർന്ന ഒറ്റ വാക്ക് മതി, അതി തീരും. പക്ഷെ ഇത് പറയാൻ നമ്മുടെ ഹൃദയവും നാവും പറ്റണില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഒരു കുടുംബത്തെ രൂപാന്തരപ്പെടുത്തി എടുക്കണമെങ്കിൽ പൈസ മാത്രം പോരാ, മക്കള് മാത്രം പോരാ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യയുടെ കൂടെ സമയം ചെലവഴിച്ചു. അപ്പോൾ ഹബീബായ നബി തങ്ങളുടെ ഭാര്യ ഇവിടെ കേട്ടോളി, ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാ, ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ മകൾ ഇബ്നത്ത് റസൂലുള്ളാഹ് ഹബീബായ നബി തങ്ങളുടെ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ കടന്നു വന്നു. മാ കാമലഹാ റസൂലുള്ളാഹ്, മകൾ വന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ എഴുന്നേറ്റ് നിന്നില്ല. ഇവിടെ 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 എന്നെ നോക്ക്. ആയിഷ ബീവി പറയാ, ആ വന്നപ്പോ മകള് വന്നപ്പോ വാപ്പ എഴുന്നേറ്റ് നിന്നില്ല. ഫാത്തിമ ബീവി കടന്നു വരുമ്പോ, മോള് വരുമ്പോ വാപ്പ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആരെങ്കിലും ബഹുമാനിക്കോ? പെമ്മക്കൾ വരുമ്പോ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കണ വാപ്പമാരുണ്ടോ എന്ന് കൈവക്കി. പടച്ചോനെ, ആരുമില്ലേ? നമ്മുടെ പെൺമക്കളെ ബഹുമാനിക്കുന്നവർ തീർന്നില്ല. നിങ്ങൾ പഠിക്കീൻ, ഹബീബിന്റെ ജീവിതം പഠിക്കീൻ. എഴുന്നേറ്റ് നിന്നിട്ട് ആ പ്രിയപ്പെട്ട മോളെ ചേർത്ത് പിടിച്ചിട്ട് ഫാത്തിമ ബീവിയുടെ 2 കണ്ണുകളുടെ ഇടയിൽ ചുംബനം കൊടുക്കുമായിരുന്നു ഉപ്പയായ നബി മുഹമ്മദ് മുസ്തഫ. ഉപ്പയായ നബി മുഹമ്മദ് മുസ്തഫ, ഉപ്പയായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇങ്ങനെയാണ് നമ്മുടെ മക്കളെ വളർത്തിയെടുക്കേണ്ടത്. ആ പ്രിയപ്പെട്ട മകളുടെ 2 കണ്ണുകളുടെ ഇടയിൽ പുരികത്തിൽ മുത്തം കൊടുക്കും നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. കല്യാണം കഴിഞ്ഞ് വിട്ട ഫാത്തിമ ബീവിയെ പോലും കണ്ടാൽ ചേർത്ത് പിടിച്ചിട്ട്, ഉപ്പമാരെ നിങ്ങളൊന്ന് ശ്രദ്ധിക്ക്, ആ പൊന്നുമോളുടെ കവിളിൽ ഇങ്ങനെ മുത്തം കൊടുക്കുന്ന ഹബീബിനെ കണ്ടിട്ടുണ്ടോ? നമ്മുടെ പെമ്മക്കളെ ഈ നെറ്റിയിൽ 2 പുരികത്തിന്റെ ഇടയിൽ ഉമ്മ കൊടുക്കണ വാപ്പമാരുണ്ടെങ്കിൽ ഒന്ന് കൈവക്കി. ആരുമില്ല. ഇപ്പൊ മഴയൊക്കെ പറയണ്ട, ദുആ ചെയ്തപ്പോ നമ്മുടെ ഇതും മാറി. ആരേലും ഉണ്ടോ? ഇല്ല. സുബ്ഹാന ജല്ല ജലാലു. നിങ്ങളുടെ ഉപ്പമാരൊന്നും മുത്തം തരൂല്ല. ഇവിടെ മോനെ കൊടുക്കണം. കല്യാണം കഴിച്ചു വിട്ടു മോളെ. ശ്രദ്ധിച്ചു, ഈ പറയുന്ന പച്ചയായ ജീവിതമാണ്. ഇതൊക്കെ കേട്ടിട്ട് ആർക്കെങ്കിലും ഒരു ആശ്വാസം ഉണ്ട്? എങ്ങനെയാണ്? മോളെ കല്യാണം കഴിച്ചു വിട്ടു, വാപ്പ 2 മാസത്തെ അവധിക്ക് വന്നു. കല്യാണം കഴിച്ചു വിട്ട മോളെ കാണാൻ വാപ്പ തന്നു. ഭർത്താവിന്റെ വീട്ടില് തന്റെ മോൾക്ക് അത്ര സുഖമൊന്നും അല്ല. ധാരാളം പ്രശ്നങ്ങളും സങ്കടങ്ങളും ഭർത്താവിന്റെ വീട്ടിലുണ്ട്. ആ സങ്കടത്തിൽ മോള് ജീവിക്കുമ്പോഴാ വാപ്പ കാണാൻ വരിക. വാപ്പ വരുമ്പോ ആ മോളൊരു സങ്കടവും പറയൂല. 2 മാസത്തെ ലീവിന് വാപ്പ വന്നിട്ട്, വാപ്പ കുറെ ലോണും കടവും ഒക്കെ എടുത്തിട്ടാണ് ഒരു വിധത്തിൽ കെട്ടിച്ചു വിട്ടത്. ആ വാപ്പ മോളെ കാണാൻ വേണ്ടി 2 മാസത്തെ ലീവിലൊന്ന് കാണാൻ വരുമ്പോ എന്റെ സങ്കടം വാപ്പാനോട് പറഞ്ഞിട്ട് വാപ്പാനെ ബുദ്ധിമുട്ടിക്കണ എന്തിനാ, ഉപ്പാക്ക് സങ്കടം കൊടുക്കണ എന്തിനാ എന്ന് വിചാരിച്ചിട്ട് ആ മോള് മിണ്ടാതിരിക്കും. ഒന്നും മിണ്ടൂല, നമ്മളോട് ചിരിച്ചുകൊണ്ട് നിൽക്കും. അവളെല്ലാം ഉള്ളിൽ ഒതുക്കും. അവസാനം വരാൻ നേരത്ത്, മോളെ വാപ്പ പോവട്ടെ മോളെ എന്ന് പറഞ്ഞ് സലാം പറഞ്ഞിറങ്ങുമ്പോ
വാതിൽപ്പടിയിൽ നിന്ന് വേദന മുഴുവനും കടിച്ചമത്തി അവൾ ചിരിക്കും. പറയൂല നമ്മളോട് സങ്കടം മനുഷ്യന്മാരെ. ആ സമയത്ത് ഇറങ്ങാൻ നേരത്തെ പൊന്നുമോളെ ചേർത്ത് പിടിച്ചിട്ട് അവിടെ 2 പുരികത്തിന്റെ ഇടയില് ഉപ്പ ഒരു മുത്തം കൊടുത്ത് സലാം പറഞ്ഞിട്ട് ഇറങ്ങിയാൽ ആ മോൾക്ക് പിന്നെ ജീവിക്കാൻ അത് മതി. അവളുടെ മനസ്സിന്റെ സങ്കടം മാറും, അവളുടെ ഹൃദയത്തിന് ഒരു എനർജി കിട്ടും. ആരെന്നെ കൈവെടിഞ്ഞാലും എന്റെ ഉപ്പ എന്നെ കൈവിടൂല, ആരെന്നെ ഒറ്റപ്പെടുത്തിയാലും എന്റെ ഉപ്പ എനിക്കുണ്ട്, ആരെന്നെ ഇറക്കി വിട്ടാലും എന്റെ ഉപ്പ എന്നെ ഇറക്കി വിടൂല, എന്റെ ഉപ്പാന്റെ കൽബിൽ ഇപ്പോഴും എനിക്കൊരു സ്ഥാനമുണ്ട് എന്ന് ആ മോൾക്ക് ഒരു ആത്മവിശ്വാസം കൊടുക്കാൻ ഉപ്പാന്റെ ആ ഒരു മുത്തത്തിന് കഴിയുമെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ മക്കൾക്ക് അത് കൊടുത്തുകൂടാ? കൊടുക്കൂലേ? ഞാൻ പറഞ്ഞ മനസ്സിലാവണില്ലേ? ആ മോൾക്ക് അത് മതി. ഏത് സമയത്ത് കണ്ടാലും വാപ്പയും മക്കളും തമ്മിൽ ഒരു ഊഷ്മളമായ ബന്ധമുണ്ടാവണം. നമ്മുടെ മക്കളെ അവർ നമ്മളെയും സ്നേഹിക്കണം, നമ്മൾ അവരെയും സ്നേഹിക്കണം. ഈ രീതിയിൽ എവിടെ വെച്ച് കണ്ടാലും തന്റെ പ്രിയപ്പെട്ട മകളെ ചേർത്ത് വെച്ചിട്ട് മുത്തം കൊടുക്കുമായിരുന്നു നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, ഈ വാപ്പാനെയും ഉമ്മാനെയും ഉപേക്ഷിച്ചിട്ട് മറ്റുള്ളവരുടെ കൂടെ ഓടിപ്പോകുന്ന പെൺമക്കളുടെ കഥ കേൾക്കുമ്പോ വാപ്പ തലകുനിച്ചിട്ട് ഈ ലോകത്തു കൂടി നടക്കാൻ പെൺമക്കളെ കാരണമാകുമ്പോ ഞാൻ നിങ്ങളോടൊരു മകളെ പറഞ്ഞു തരട്ടെ. ഏത് മകളാണെന്നറിയോ? അതുകൊണ്ടാണ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോ അല്ലാഹുവിന്റെ റസൂലിനെ റൗളാ ശരീഫിലെ ഖബറടക്കിയിട്ട് സഹാബത്ത് തിരിച്ചു വരുമ്പോ ഈ പൊന്നുമോള് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാ അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിലിരുന്നിട്ട് പൊട്ടിക്കരയാ. കടന്നു വന്ന അനസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, അനസേ അതാബത്ത് അൻഫുസുക്കും വന തഖതു വലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തുറാബ്, നമ്മുടെ ഹബീബായ നബി തങ്ങളുടെ ശരീരത്തിലേക്കും മണ്ണ് വാരിയിടാൻ അനസേ നിനക്കെങ്ങനെയാണ് കഴിഞ്ഞതെന്ന് ചോദിച്ച് തന്റെ ഉപ്പയെ കബറടക്കപ്പെട്ട ദിവസം ആ പൊന്നുമോള് ചങ്ക് പൊട്ടി കരയുന്നു കുടിലിരുന്ന്. എല്ലാവരും പിരിഞ്ഞു പോയപ്പോ അതേവരെ തന്നെ കൈവെള്ളയിൽ വെച്ച് തന്നെ താലോലിച്ച് നടന്ന ഉപ്പ മരണപ്പെട്ടപ്പോ അന്നത്തെ ദിവസം വീട്ടിൽ കിടന്നിട്ട് ഉറക്കം വരാറ് ഫാത്തിമ റളിയല്ലാഹു തആല വാപ്പാന്റെ കബറിടത്തിൽ പോയി പൊട്ടിക്കരയുന്ന വികാരഭരിതമായൊരു രംഗമുണ്ട്. ഓരോ പിതാക്കന്മാരും മക്കളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്നേഹമില്ലേ? നമ്മുടെ മക്കൾ നമുക്ക് തിരിച്ചു തരേണ്ട ഒരു സ്നേഹമില്ലേ? തന്റെ വാപ്പ മരണപ്പെട്ട ആദ്യത്തെ ദിവസം ആ കുടിലില് ഉപ്പയില്ലാത്ത വീട്ടിൽ കിടന്നിട്ട് ഉറക്കം വരാറ് ഫാത്തിമ റളിയല്ലാഹു തആല റൗളാ ശരീഫിന്റെ മുമ്പിലോട്ട് പോവാ. പാതിരാ സമയത്ത് മദീന റൗളയിലേക്ക് ചെന്ന് ഉപ്പാന്റെ കബറിന്റെ അടുക്കൽ ചെന്നിട്ട് ആ പൊന്നുമോള് പൊട്ടിക്കരയുന്നുണ്ട്, ഉപ്പാ എന്റെ പൊന്നുപ്പയെവിടെ? അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുറൗളാ ശരീഫിന്റെ ചാരത്തുള്ള ഖബർ ശരീഫിന്റെ മുമ്പിൽ നിന്ന് 16 17 വയസ്സ് പോലും ഇല്ലാത്തൊരു പാവപ്പെട്ട പെൺകൊടി അല്ലാഹുവിന്റെ റസൂൽ എന്ന പ്രിയപ്പെട്ട ഉപ്പാടെ ഖബറിന്റെ ചാരത്ത് നിന്നിട്ടൊരു വിലാപകാവ്യം പാടുന്നുണ്ട്. കുല്ലിൽ മുഗയ്യബ് തഹ്താതു ബാഖിത്തറാ ഇൻ കുന്ത തസ്മഉ സർഖതി വനിദാഇയാ സുബ്ബത് അലയ്യ മസായിബുൽ ലൗ അന്നഹാ സുബ്ബത് അലൽ അയ്യാമി സിർന ലയാലിയാ കുല്ലിൽ മുഗയ്യബി തഹ്താതു ബാഖിത്തറാ. ഈ മൺതട്ടയുടെ ഈ കാണുന്ന മൺതിട്ടയുടെ അടിയിൽ കിടക്കുന്ന എന്റെ ഉപ്പാന്റെ അവസ്ഥ ആർക്കെങ്കിലും അറിയുമെങ്കിൽ എന്റെ ഉപ്പയുടെ അവസ്ഥ എന്ന് നീ പൊന്നുമോളോടൊന്ന് പറഞ്ഞു തരുവോ? കുല്ലിൽ മുഗയ്യബി തഹ്താതു ബാഖിത്തറാ ഇൻ കുന്ത തസ്മഉ സർഖതി വനിദാഇയാ. കവിൾ തടത്തിലൂടെ കണ്ണുനീരൊഴുകി. ഈ പൊന്നുമോളുടെ കണ്ണുനീരാരെങ്കിലും കാണുന്നെങ്കിൽ ഈ കബറിന്റെ ഉള്ളിൽ എന്റെ ഉപ്പാന്റെ അവസ്ഥയൊന്ന് എനിക്ക് പറഞ്ഞു തരുമോ? സുബ്ബത്ത് അലയ്യ മസായിബുൽ ലൗ അന്നഹാ സുബ്ബത്ത് അലൽ അയ്യാമി സിർന ലയാലിയാ. പടച്ചവനെ
ഫാത്തിമയുടെ ജീവിതത്തിലെ സങ്കടങ്ങളാണല്ലോ റബ്ബേ, പ്രയാസങ്ങളാണല്ലോ റബ്ബേ. എന്റെ പ്രിയപ്പെട്ട ഉമ്മ എനിക്ക് നഷ്ടപ്പെട്ടു പോയി. ആകെയുള്ളത് എനിക്ക് എന്റെ ഉപ്പച്ചിയായിരുന്നു. ഇന്നെന്റെ ഉപ്പയും മരണപ്പെട്ടു പോയി. എന്റെ ഉപ്പ മരിച്ചതിന് ശേഷം സിറിനലയാലിയാ. പിന്നെ എനിക്ക് രാവുവേ ഉള്ളു, പകല് വന്നിട്ടില്ല. വാപ്പയില്ലെങ്കിൽ വീടിനെന്ത് വെളിച്ചമാണുള്ളത്? വാപ്പയില്ലാത്ത വീടിനെന്ത് വെളിച്ചമാണുള്ളത്? എന്റെ വാപ്പ പോയതിനു ശേഷം ഫാത്തിമയ്ക്ക് ഇരുട്ടാന്ന് പറഞ്ഞ് വാപ്പാന്റെ കബറിന്റെ അടുക്കൽ പൊട്ടിക്കരയുന്ന ഒരു പൊന്നുമോളെ സൃഷ്ടിക്കപ്പെട്ടത് എവിടെയാ? വീടിന്റെ ഉള്ളില് ധർമ്മനിഷ്ഠയോടെ വളർത്തിയ ഒരു വാപ്പയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ സമ്പാദിക്കാൻ മാത്രമല്ല, നമ്മുടെ പെൺമക്കളെ അള്ളാന്റെ ദീനിന് വേണ്ടി പറഞ്ഞ് വളർത്തിക്കൊണ്ട് വരാൻ നമുക്ക് കഴിയണം. അതിനാണ് ഇവിടെ മദ്രസ ഉണ്ടാക്കിയത്. ആ പെൺമക്കളോട് അള്ളാനെ കുറിച്ച് എപ്പോഴും പറയണം, മക്കളെ പടച്ചോനെ ഓർക്കണം. ഹബീബായ നബി തങ്ങൾ അങ്ങനെയാണ് മക്കളെ വളർത്തിയത്. സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ പറയുന്നില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ വേറൊരു മകളുണ്ട്, സൈനബ് റളിയല്ലാഹു തആല അൻഹാ. അകലെ നിന്ന് കാണുന്ന ചെറുപ്പക്കാരനെന്ന് ചിരിക്കുമ്പോ മാതാപിതാക്കളെ വിട്ടൊഴിഞ്ഞു പോകുന്ന ആധുനിക ലോകത്തെ പെൺകുട്ടികളുടെ കാലത്ത്, ആ കാലത്ത് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ഹബീബായ നബി തങ്ങളുടെ പ്രിയപ്പെട്ട മകൾ സൈനബ് റളിയല്ലാഹു അൻഹാ. ആ സൈനബ് ബീവിയുടെ കുഞ്ഞിന് രോഗം സീരിയസ് ആയി. ആ കുഞ്ഞ് സൈനബ് ബീവിയുടെ മടിയിൽ കിടന്നിട്ട് പിടയാൻ തുടങ്ങി. കുഞ്ഞു ഒരു പാവപ്പെട്ട പിഞ്ചു കുഞ്ഞ് രോഗം കൊണ്ട് പിടയുന്നത് കണ്ടപ്പോ സൈനബ് ബീവിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. സൈനബ് ബീവി പറഞ്ഞു, സഹാബാ, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല, ഉപ്പാനോടൊന്ന് വരാ പറ, എനിക്കെന്റെ ഉപ്പാനെ കാണണം. പൊന്നുമോളൊരു കൊച്ചു കുടിലിൽ കിടന്ന് കരയാണ്. ഉപ്പച്ചി എവിടെ? സഹാബത്ത് പോകുമ്പോ മദീനത്തെ പള്ളിയിൽ ആളുകളുമായിട്ട് ചർച്ചയിലാണ്. നബി മുഹമ്മദ് മുസ്തഫ, യാ റസൂലല്ലാഹ്, അങ്ങയുടെ പേരക്കുട്ടി രോഗത്തിലാണ് നബിയേ. പൊന്നുമോള് നിലവിളിക്കുന്നുണ്ട് നബിയേ. ഈ ചെരുമ്പയിലെ ഈ സുന്ദരമായ പള്ളിക്ക് ചുറ്റുമുള്ള വീടുകൾ ഇങ്ങനെയായി മാറണം. അതിനാണ് ഈ വിനീതൻ ഇത് പറയുന്നത്. എല്ലാ സമയത്തും വീട്ടിൽ അള്ളാനെ കുറിച്ചുള്ള ഓർമ്മ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണേ. ആ മക്കളോട് അള്ളാനെ പറഞ്ഞു ഓർമ്മിപ്പിക്കണേ. സന്തോഷത്തിലും സന്താപത്തിലും മക്കളുടെ ഹൃദയത്തില് വാപ്പമാര് കയറി കൂടണം. സൈനബിനോട് പറ, ഇപ്പോ വരാൻ വാപ്പയ്ക്ക് കഴിയില്ലെന്ന് പറ. എന്റെ പൊന്നുമോളോട് ചെന്നിട്ട് പറയണം, ഞാൻ പറഞ്ഞു എന്ന് പറയണം. തസ്ബിർ വ തഹ്തസിബ്, മോളെ സൈനബേ, എന്റെ സൈനബിനോട് ക്ഷമിക്കാൻ പറ. വ തഹ്തസിബ്, അവളോട് പിടിച്ചു നിൽക്കാൻ പറ. ഇന്നലില്ലാഹി മാ ഖദാ വലിഹു മാ അഅതാ വലികുല്ലി ഷൈഇൻ അജലും മുസമ്മാ. ഇന്നലില്ലാഹി മാ ഖദാ, തന്നത് അല്ലാഹുവാണെങ്കിൽ തിരിച്ചെടുക്കാൻ അതിനുള്ള അർഹതയും പടച്ചവനാണ്. വലികുല്ലി ഷൈഇൻ അജലും മുസമ്മാ, ഏത് കാര്യത്തിനും അല്ലാഹു തീരുമാനിച്ചൊരായുസുണ്ട് മോളെ. മോളോട് പറയാ അള്ളാനെ കുറിച്ച്, മോളോട് പറ. സഹാബത്ത് പോയിട്ട് സൈനബ് ബീവിയോട് പൊന്നുമോനെ കയ്യിലിട്ടിട്ട് പേടിച്ചരണ്ട് നിൽക്കുന്ന മോളോട് പറഞ്ഞു, വാപ്പയുടെ ഉപദേശം ക്ഷമിക്കാനാണ്, അള്ളാന്റെ കലായിനെ കുറിച്ച് ഓർക്കാനാണ്. സൈനബ് ബീവിക്ക് ക്ഷമിക്കാൻ കഴിയുന്നില്ല. പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, വല്ലാഹി ലയഅതിയന്നൽ പടച്ചോനെ തന്നെയാണ് സത്യം, എന്റെ വാപ്പ വന്നേ പറ്റൂ. സഹാബത്ത് രണ്ടാമതും പോയി പറഞ്ഞപ്പോ അവിടെ ഇരുന്നവരോട് അനുവാദം വാദിച്ചു. അസ്റഫുൽ ഖൽഖ് ഓടി വന്നു മോളുടെ വീട്ടിലേക്ക്. ഞാൻ ഈ പറയുന്നത് 8 മുഴം നീളമുള്ള 10 മുഴം വീതിയുള്ള ദാരിദ്ര്യത്തിന്റെ വിളനിലമായൊരു കൊച്ചു വീട്ടിലെ കഥയാ. അങ്ങനെ വാപ്പയും മക്കളുമായി മാറണ്ടേ. സഹോദരാ ഓടി വന്നിട്ട് പറഞ്ഞു, മോളെ സൈനബേ, പടച്ചോനെ സത്യം ചെയ്തു പറഞ്ഞു കളഞ്ഞല്ലേ, അലയ്യ ബിത്തിഫിലി, ആ കുഞ്ഞിനെ എന്റെ കയ്യിലേക്ക് കൊണ്ടുവാ. അള്ളാന്റെ റസൂൽ ആ കയ്യിൽ ആ കുഞ്ഞിനെ വാങ്ങി അതിന്റെ മുഖത്തോട്ട് നോക്കുമ്പോ അസ്റഫുൽ ഖൽഖിന്റെ കയ്യിൽ കടന്ന് ആ പൊന്നുമോൾ അവസാനത്തെ പിടയല് പിടഞ്ഞിട്ട് അസ്റഫുൽ ഖൽഖിന്റെ കയ്യിൽ കിടന്ന പൊന്നുമോള് വഫാത്തായി. ഹബീബിന്റെ ഉപ്പാന്റെ കയ്യിൽ കിടന്ന് പൊന്നുമോളുടെ കുട്ടി വഫാത്തായി.
അള്ളാന്റെ റസൂലിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ആ കുഞ്ഞിന്റെ വയറ്റിലേക്ക് വീണു. മുആദ് റളിയല്ലാഹു അൻഹു വിളിച്ചു ചോദിച്ചു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, അങ്ങ് കരയുന്നു നബിയേ. എന്റെ പേരക്കുട്ടി ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയി. പ്രിയപ്പെട്ട സഹോദരാ, പ്രിയപ്പെട്ട മകളുടെ കുട്ടി മരിച്ചിട്ട് കയ്യിൽ കിടക്കുമ്പോഴും മോളെ ബേജാറാവണ്ട, മനസ്സ് തളരണ്ട, ആത്മഹത്യ ചെയ്യണ്ട, ജീവിതത്തിൽ തിരിച്ചു പോകണ്ട. ഇന്നലില്ലാഹി മാ അഖദ, പടച്ചവൻ തന്നത് പടച്ചവൻ തിരിച്ചെടുത്തതാണ് പൊന്നുമോളെ എന്ന് കുട്ടി മരിച്ച മോളുടെ അടുത്തിരുന്ന് തന്റെ മോളെ ആശ്വസിപ്പിച്ച ഉപ്പാനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എല്ലാം നമുക്കുണ്ട്, ഇല്ലാത്തൊരു വീടാണ്. ആ ഉപ്പാനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? തീർന്നില്ല. സമയായോ? 15 മിനിറ്റ് കൂടി ശതരിക്കൂലേ? 15 മിനിറ്റ് കൂടി. തീർന്നില്ല. കുറച്ചു കാലം കഴിഞ്ഞുള്ളൂ. പള്ളിയിലിരിക്കുന്ന ഹബീബിന്റെ അടുക്കൽ വന്ന് ആരോ പറഞ്ഞു, നബിയെ, അങ്ങയുടെ മകൾ സൈനബ് മരിച്ചു. അങ്ങയുടെ മകൾ സൈനബും വഫാത്തായി. നേരത്തെ സൈനബിന്റെ കുട്ടി. കുറെ കഴിഞ്ഞപ്പോ പറഞ്ഞു, നബിയെ, അങ്ങയുടെ മോളും മരണപ്പെട്ടു പോയി. തുടരെ തുടരെ മരണം വരികയാണ്. എവിടെ? അസ്റഫുൽ ഖൽക്കിന്റെ വീട്ടിൽ. എന്തിനാണ് പെങ്ങളെ ഈ പേടി, വേവലാതി, പരീക്ഷണങ്ങളുടെ മുമ്പിൽ പതറുന്നത് എന്തിന്? ജീവിതം ഓടി ഒളിക്കാനുള്ളതല്ല. പ്രവാചകന്റെ ചെറുകുട്ടി മരിച്ചു. ആരോ പറഞ്ഞു മകളും മരിച്ചു. ആ പൊന്നുമോളുടെ മയ്യത്തിന്റെ മുമ്പിൽ വീട്ടിൽ വരുമ്പോ വെള്ളത്തുണിയിൽ പൊതിഞ്ഞൊരു മുല്ലപ്പൂ മാടിക്കിടക്കുന്നത് പോലെ പൊന്നുമോള് കിടക്കുന്നുണ്ട് ആ ഓലക്കുടലിന്റെ മുമ്പിൽ. വാപ്പ പൊന്നുമോളുടെ മുമ്പിൽ നിന്നു. വാപ്പയ്ക്ക് ഏറ്റവും ഇഷ്ടം പെമ്മക്കളോടല്ലേ? അല്ലേ? ഇഷ്ടമല്ല, ഇഷ്ടമല്ലാരോടും ഒരുപോലെയാണ്. പക്ഷെ വാപ്പയും മോളും തമ്മിലൊരു ബന്ധം, അതൊരു വല്ലാത്ത ബന്ധമാണ്. വാപ്പയും മോളും തമ്മിലുള്ള ബന്ധം. ഞാനൊരു 9 വയസ്സുകാരി മോളുടെ ഉപ്പയായതുകൊണ്ട് ഞാൻ പറയണേ, മോള് നമ്മളെ എത്രത്തോളം സ്വാധീനിക്കുമെന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരയില്ല. എന്റെ വീട്ടിൽ പലതും പറഞ്ഞ് ഞാൻ അനുസരിക്കില്ലെങ്കിൽ പിന്നെ അത് നേടിയെടുക്കുന്നത് മോളിലൂടെയാണ്. മോള് പറഞ്ഞ വാപ്പ കേൾക്കും. വാപ്പാനെ കൊണ്ട് മോളെ കൊണ്ട് പറയിപ്പിക്കും. നമുക്കൊന്ന് ഊട്ടിപ്പോയാലോ സമയമില്ല. പക്ഷെ മോള് വന്ന് പറഞ്ഞാലോ അപ്പൊ മോളെ പറഞ്ഞു വിടും. മോളോടുള്ള ഒരു സ്നേഹം. അള്ളാഹു നമ്മുടെ മക്കൾക്ക് ദീർഘായുസ്സ് തരട്ടെ. അള്ളാഹു നമ്മുടെ മക്കൾക്ക് ദീർഘായുസ്സ് തരട്ടെ. സഹോദരങ്ങളെ, മരിച്ച മോളുടെ മുമ്പിൽ പെരുന്നാളിന് അവധിയും കഴിഞ്ഞ് വൈകുന്നേരം ആ മണൽപ്പരപ്പുകളൂടെ ഉല്ലസിക്കാൻ പോയ കുടുംബത്തിലെ 12 പേരെ ഒന്നിച്ച് 11 പേരെ 12 പേരെ ഒന്നിച്ച് കഫൻ തുണി പൊതിഞ്ഞ് ഒരു വീട്ടുമുറ്റത്തേക്ക് വരുമ്പോ സൈദാലി എന്ന് പറയുന്ന ആ മനുഷ്യനും സഹോദരനും ഒരേ സമയത്ത് കൂടെ നിന്ന ഭാര്യയും മക്കളും അവരുടെ ജീവിതം നഷ്ടപ്പെട്ടു പോകുമ്പോൾ അല്ലാഹു ആ കുടുംബത്തിന് സമാധാനം നൽകട്ടെ, സമാധാനം നൽകട്ടെ. പണത്തിനോടുള്ള മനുഷ്യന്റെ അത്യാർത്തി, അത് ബോട്ടിന്റെ ഉടമയാകട്ടെ ഉദ്യോഗസ്ഥരാവട്ടെ, അവരുടെ അത്യാർത്തി മനുഷ്യ ജീവനുകൾ കൊഴിഞ്ഞു പോകുമ്പോ ഓളപ്പരപ്പിലോട്ട് മുങ്ങിത്താണു പോയ കുഞ്ഞുമക്കൾ അവരുടെ മൃതദേഹങ്ങൾ പൊതിഞ്ഞുകൊണ്ടുവന്ന ഈ കുറെ ദിവസം കൊണ്ട് കേൾക്കുന്നത് മുഴുവനും മനസ്സും മരവിക്കുന്ന വാർത്തകളാണ്. താനൂരിലെ ബോട്ടപകടം, കൊല ചെയ്യപ്പെട്ട പാവപ്പെട്ട ഡോക്ടർ, ആ അച്ഛന്റെയും അമ്മയുടെയും ഒരേ ഒരു പൊന്നുമോൾ. അവർക്ക് വേറെ ആരുമില്ല. രാവിലെയും വൈകുന്നേരവും കണ്ണ് മറയുന്നത് വരെ മോള് പോകുന്നതും കാത്തു നിന്ന് ആ പാവപ്പെട്ട അച്ഛന് ഇനി ഒരു പിടി മണ്ണിലേക്ക് നോക്കി കഥ പറയാനേ കഴിയൂ. നമ്മുടെ നാട് ഭരണാധികാരികൾ കണ്ണു തുറക്കണം. മത്സ്യബന്ധന വോട്ടിന് ലൈസൻസ് കൊടുത്ത് അത് ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒന്ന് യഥാർത്ഥത്തിൽ നഷ്ടപരിഹാരം കൊടുക്കേണ്ടത് ഗവൺമെന്റിന്റെ ഖജനാവിൽ നിന്നല്ല, ഇതിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥരുടെ ശമ്പളവും PF പിടിച്ച് അതിൽ നിന്ന് നഷ്ടപരിഹാരം കൊടുക്കണം. അതാണ് ചെയ്യേണ്ടത്. ആരാണ് ഇതിന് കൂട്ടുനിന്നത്? മനുഷ്യന് വിലയില്ലാതായി മാറുന്നത് എവിടെയാണ്? കൈക്കൂലിയുണ്ടെങ്കിൽ, സ്വാധീനമുണ്ടെങ്കിൽ മനുഷ്യന്റെ ജീവന് വിലയില്ല. അതിനുശേഷം പിന്നെ പ്രതിഷേധമായി, കരിങ്കൊടി കെട്ടലായി, ജുഡീഷ്യൽ അന്വേഷണമായി.
തേക്കടിയിൽ ബോട്ട് മറിഞ്ഞ് ഏറ്റവും വലിയ ദുരന്തം നടന്ന ആളുകൾ മരിച്ചിട്ട് 14 വർഷമായി. ഇതേവരെ കുറ്റപത്രം പോലും സമർപ്പിക്കപ്പെട്ടിട്ടില്ല. തട്ടേക്കാട് ബോട്ടപകടം നടന്നു. ആരെ ശിക്ഷിച്ചത്? തേക്കടിയിൽ ബോട്ട് മറിഞ്ഞു മരിച്ചു. ഇതിനേക്കാൾ വലിയ ദുരന്തം അന്യ സംസ്ഥാനത്ത് നിന്ന് കേരളത്തിന്റെ പച്ചപ്പ് നുനയാമെന്ന ആളുകൾ വെള്ളത്തിലോട്ട് താണുപോയി. 14 വർഷം കഴിഞ്ഞു. ജുഡീഷ്യൽ അന്വേഷണം നടത്തി, രവീന്ദ്ര കമ്മീഷൻ നടത്തി, കുറ്റപത്രം പോലും സമർപ്പിക്കപ്പെട്ടിട്ടില്ല. 52ഓളം ആളുകളെ മരണത്തിലോട്ട് കടത്തിവിട്ട് കൊലപാതകത്തിന് കാരണക്കാരായവരെ 14 വർഷമായിട്ട് പോലും അവരെ ശിക്ഷിക്കാൻ കഴിയാത്തൊരു സംവിധാനമാണ് ഇനി താനൂരിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തിയിട്ട് ശിക്ഷിക്കാൻ പോവുക. ആരവങ്ങളെല്ലാം അവസാനിക്കും. അടുത്തൊരു ദുരന്തം വരുമ്പോ ഇതെല്ലാം മറക്കും. എന്തേ നമ്മൾ ഗൾഫ് രാഷ്ട്രത്തിൽ പോയാല് റോഡിൽ തുപ്പുവോ? കുപ്പി വലിച്ചെറിയോ? പാർക്കിംഗ് ഇല്ലാത്തടത്ത് പാർക്ക് ചെയ്യുവോ? പെഡസ്ട്രിയൻ നടന്നു പോകുമ്പോൾ വണ്ടി നിർത്തി കൊടുത്തിട്ട് പെഡസ്ട്രിയനെ നടത്തിക്കൊണ്ടു പോകാൻ സൗകര്യം ചെയ്തു കൊടുക്കും. എന്തുകൊണ്ട്? അവിടുത്തെ നിയമത്തെ നമുക്ക് പേടിയാണ്. നമ്മുടെ രാജ്യത്തിന്റെ നിയമത്തെ നമുക്ക് പേടിയില്ല. നിയമത്തെ പേടിക്കുന്ന ഒരു സംവിധാനം വരണം. ആ പേടിയുള്ള നിയമം പ്രജകളുടെ മേൽ ഉണ്ടാവണം. അതില്ലാത്തിടത്തോളം കാലം ദുരന്തങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. മനുഷ്യജീവന് വിലയില്ലാതായി മാറും. പാവപ്പെട്ട ഡോക്ടറായ പെൺകുട്ടി കൊല ചെയ്യപ്പെട്ടു. സമരമുഖങ്ങൾ തുറക്കപ്പെട്ടു. അതീവ സുരക്ഷ വേണമെന്ന് ഡോക്ടർമാർ ആവശ്യപ്പെടുന്നു. ഓർഡിനൻസ് കൊണ്ടുവരണമെന്ന് പറയുന്നു. എത്ര ആളുകളുടെയാണ് ജീവൻ നഷ്ടപ്പെട്ടു പോകുന്നത്? എത്ര വീടുകളിലാണ് നിലവിളി ഉയരുന്നത്? നമ്മുടെ സംവിധാനങ്ങളെ മാറണം. രാജ്യത്തിന്റെ നിയമത്തെ ഭയപ്പെടുന്ന പൗരന്മാർ ഇവിടെ സൃഷ്ടിക്കപ്പെടണം. രാജ്യത്തിന്റെ സുരക്ഷ പ്രധാനമാണ്. ആ ഒരു പൗരന്മാരായി നമ്മൾ നമ്മുടെ രാജ്യത്തിന്റെ നിയമത്തെ മാനിക്കണം. ആ നിയമത്തെ മാനിക്കുമ്പോഴാണ് രാജ്യത്തിന് സുരക്ഷ ഉണ്ടാകുക. ഒരു പൗരൻ എന്ന രീതിയിൽ ഒരു രാജ്യത്തിന്റെ നിയമത്തെ നമ്മൾ മാനിക്കണ്ടേ? ആ നിയമം ഏതായാലും മാനിക്കാനുള്ള പൗരബോധവും ജനാധിപത്യ ബോധവും നമുക്കുണ്ടാകണം. ആ പാവപ്പെട്ട കുടുംബത്തിൽ വന്ന കൊച്ചുമക്കളുടെ വെള്ള തുണിയിൽ പൊതിഞ്ഞ മയ്യത്തുകൾ ഇങ്ങനെ ചേർത്ത് വെക്കുമ്പോ ഹബീബിന്റെ വീടിന് ഓത്തുപോവുകയാണ്. പ്രിയപ്പെട്ട സൈനബ് റളിയല്ലാഹു അൻഹ വഫാത്തായി. ദിവസങ്ങൾ കഴിഞ്ഞപ്പോ ഉമ്മ വഫാത്തായി. പൊന്നുമോളുടെ മയ്യത്തിന്റെ വെള്ളത്തുണിയുടെ മുമ്പിൽ വന്ന് ഉപ്പ കണ്ണീർ തുള്ളികളോടെ ഇങ്ങനെ കാത്തുനിന്നു. കുറെ നേരം തന്നെ മകളുടെ ഇങ്ങനെ ശരീരത്തിലേക്ക് നോക്കി നിന്ന് ആ ഉപ്പ പറഞ്ഞു, അൻസാരി പെണ്ണുങ്ങളെ, എന്റെ സൈനബിനെ നിങ്ങൾ 3 പ്രാവശ്യം കുളിപ്പിക്കണേ. അതല്ലെങ്കിൽ 5 പ്രാവശ്യം, അതല്ലെങ്കിൽ 7 പ്രാവശ്യം. ആ കുളിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഒന്ന് വിവരമറിയിപ്പിക്കണേ. ഹബീബായ നബി തങ്ങളുടെ പൊന്നുമൂളുടെ മയ്യത്ത് കുളിപ്പിക്കാൻ എടുത്തു. ഒരു മരണ വീട്ടിലെ ഏറ്റവും വലിയ നിലവിളി വരുന്നത് മയ്യത്ത് കുളിപ്പിക്കാൻ എടുക്കുമ്പോഴാ. കാരണം ഇതേവരെ കൺമുമ്പിലുണ്ടായിരുന്നു. ഇനി അവസാനത്തെ കുളിപ്പിച്ച് 6 അടി മണ്ണിലേക്ക് പോകാൻ പോവുകയാണ്. ഒരിക്കൽ കൂടി ഇനി ആ പ്രിയപ്പെട്ടവരെ കാണാൻ കഴിയില്ല. അപ്പുറത്ത് നിന്ന് മയ്യത്ത് കുളിപ്പിക്കുമ്പോ ആ മറയുടെ അപ്പുറത്ത് അല്ലാഹുവിന്റെ റസൂലൊന്നും മിണ്ടാതെ മൗനിയായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. കുറെ കഴിഞ്ഞപ്പോ പറഞ്ഞു, ഇന്നഹൈനാ യാ റസൂലല്ലാഹ്, നബിയെ കുളിപ്പിച്ചു കഴിഞ്ഞു നബിയെ. പൊന്നുമോളുടെ മയ്യത്ത് കുളിപ്പിച്ചു വരുമ്പോ ആ പ്രിയപ്പെട്ട ഉപ്പാദന്റെ ശരീരത്തിൽ കിടന്ന കുപ്പായം അഴിച്ചെടുത്തിട്ട് ആ പെണ്ണുങ്ങളോട് പറഞ്ഞു, പെണ്ണുങ്ങളെ, സ്ത്രീകളെ, എന്റെ ഈ കുപ്പായം എന്റെ പൊന്നുമോളുടെ കഫന്തുണിയുടെ കൂടെ വെച്ച് കെട്ടിയേക്കണേ. എന്റെ ഈ കുപ്പായം എന്റെ പൊന്നുമോളുടെ കഫന്തുണിയുടെ കൂടെ ചേർത്ത് വെക്കണം. 6 അടി മണ്ണിലേക്ക് പോകും. എന്റെ സൈനബിന് ഇതൊരു കൂട്ടാവട്ടെ. എന്റെ കബറിൽ എന്റെ സൈനബിനൊരു കൂട്ടാവട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട മകൾ ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോ സ്വന്തം കുപ്പായം ഊരിക്കൊടുത്ത് എന്റെ പൊന്നുമോളുടെ ജീവിതം രക്ഷപ്പെടട്ടെ എന്ന് കരുതിയ ആ ഉപ്പായായ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തരവാദിത്ത ബോധത്തിലേക്ക് മാതാപിതാക്കളായ നമ്മൾ മാറണം. നമ്മുടെ മക്കളെ വഴിതെറ്റാതെ അള്ളാഹിനെ കുറിച്ച് ഓർമ്മിപ്പിച്ചിട്ട്, ഹദീസിനെ കുറിച്ച് ഓർമ്മിപ്പിച്ച്, ഇസ്ലാമിനെ കുറിച്ച് പഠിപ്പിച്ചിട്ട് ആ മക്കളെ വളർത്തേണ്ട ബാധ്യത നമുക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കി തരട്ടെ, ഹാഫിളീങ്ങളാക്കി തരട്ടെ, ആലിമീങ്ങളാക്കി തരട്ടെ. ദുനിയാവിലും ആഖിറത്തിലും സന്തോഷം നൽകുന്ന പൊന്നു മക്കളായി അല്ലാഹു നമ്മുടെ മക്കളെ സ്വീകരിക്കട്ടെ.
അല്ലാഹു നമ്മുടെ കുടുംബത്തിലും വീട്ടിലും സന്തോഷവും സമാധാനവും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു നമ്മുടെ മക്കളെ നല്ല മക്കളാക്കി തരട്ടെ. അതുകൊണ്ട് ആ ബോധവും ബോധ്യവും, അതിനാണ് നമ്മുടെ മദ്രസ. ഉമ്മമാരെ, ഈ സമ്പത്തിന്റെ പണപ്പെരുപ്പത്തിന്റെ ഇടയിൽ നമ്മുടെ മക്കളെ കൃത്യമായി മദ്രസ വിദ്യാഭ്യാസം കൊടുക്കണം. അവർക്ക് അള്ളാഹിനെ കുറിച്ച് പഠിപ്പിക്കണം, മാതാപിതാക്കളുടെ കടമകളെ കുറിച്ച് പഠിപ്പിക്കണം, അവരോട് ദീനിനെ കുറിച്ചുള്ള ബോധം പറഞ്ഞു കൊടുക്കണം. അങ്ങനെ വളർന്നു വരുന്ന മക്കളാണ് നാളെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല മക്കളായി മാറുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്, ഈ സദസ്സിനെ, ഈ പറഞ്ഞതിനെ, ഈ മദ്രസയെ അല്ലാഹു കാരണമാക്കി തീർക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി, വളരെ പ്രതികൂലമായ കാലാവസ്ഥയാണെങ്കിലും അൽഹംദുലില്ലാഹ് പടച്ചോന്റെ ഒരു തൗഫീഖ് കൊണ്ട് ഇങ്ങനെയൊക്കെ നമുക്ക് ഒരുമിച്ച് കൂടാൻ കഴിഞ്ഞു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ മനോഹരമായ മസ്ജിദ്, ഈ പള്ളി മാത്രം നന്നായാൽ പോരാ, പള്ളിയുടെ പരിസരത്തെ വീട് നന്നാവണം. ബാങ്ക് വിളിച്ചാൽ മുഴുവൻ ആളുകളെ നിസ്കരിക്കാൻ പള്ളിയിലെത്തണം. ബാങ്ക് വിളിച്ചാൽ മുഴുവൻ പെണ്ണുങ്ങളും വീട്ടിൽ നിസ്കരിക്കണം. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒന്ന് എഴുന്നേറ്റേക്ക്. മാഷാ അല്ലാഹ്. വളരെ പ്രതികൂലമായ കാലാവസ്ഥയായിരുന്നു നമുക്ക്. അല്ലെങ്കിൽ ഇതൊന്നുമല്ല, കുറച്ചുകൂടി നമുക്ക് വന്നു പറയായിരുന്നു. പക്ഷെ എന്നിട്ടും, കാരണം ഞാൻ ഇത്രയും വന്നിട്ട് എന്നെ ഈ പരിപാടിക്ക് ക്ഷണിക്കാൻ വേണ്ടി ബഷീറും ഹാരിസും അല്ലേ, അഷ്റഫൊക്കെ എൻ്റെ അടുത്ത സുഹൃത്താണ്, മൗവൽ അഷ്റഫ് സാഹിബ്. അദ്ദേഹവും ബഷീർ കായും ഫാറൂഖ്, അവര് മൂന്നുപേര് ഇവിടെ നിന്ന് കാർ ഓടിച്ച് അവിടം വരെ വന്ന് അവിടെ വന്ന് തിരിച്ചിങ്ങോട്ട് 1300 കിലോമീറ്റർ യാത്ര ചെയ്തിട്ടാണ്. ഞാൻ ഡേറ്റ് ഇല്ലാന്ന് പറഞ്ഞ് പരമാവധി ഒഴുകി മാറിയതാണ്, കാരണം ഇത്രയും ദൂരം വരാൻ. പക്ഷെ അവര് വന്നെന്നെ വിളിച്ചു. അൽഹംദുലില്ലാഹ് ഇവിടെ എത്താൻ കഴിഞ്ഞു. അപ്പൊ ആ സഹോദരങ്ങൾ അത്രയും സ്നേഹത്തോടെ വിളിക്കുമ്പോൾ നമ്മളതിന് ഉത്തരം കൊടുക്കുക എന്നുള്ളൊരു മുഅ്മിനിന്റെ ബാധ്യതയാണ്. നിങ്ങളുടെ ഈ വലിയ സന്തോഷത്തിൽ പള്ളി വളരെ മനോഹരമാണ്. ഈ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയവരെയും മഹല്ല് കമ്മിറ്റിയെ വളരെ അഭിനന്ദിക്കുന്നു. കാരണം ഇത്ര മനോഹരമായിട്ട് തന്നെ പള്ളി ഉണ്ടാവണം. ചിലരേക്ക് ഇതൊരു ആർഭാടല്ലേ. യാ ബനി ആദം ഉഖുദു സീനതകും ഇൻദ കുല്ലി മസ്ജിദ്. ഇപ്പൊ വയ്യാത്തവര് നിൽക്കരുത് കേട്ടോ, ഇരുന്നോളി, കുഴപ്പമില്ല. അപ്പൊ വയ്യാത്തവര് നിൽക്കല്ലേ, എത്ര നേരം ഇരുന്നോണ്ടെന്ന് എഴുന്നേൽപ്പിച്ചു എന്നേ ഉള്ളൂ. പള്ളിയിലേക്ക് നിങ്ങൾ സൗന്ദര്യത്തോടെ പോകാനാണ് എന്ന് പറഞ്ഞാല് പള്ളി വളരെ മനോഹരമായിരിക്കണം. പള്ളിയിലേക്ക് കള്ളിത്തുണി ഉടുത്തിട്ട് പോകരുതെന്നാണ് അതിന്റെ അർത്ഥം. നമ്മളെല്ലാരും അതുവരെ ചന്തയില് നല്ല തുണിയും, പള്ളി നിസ്കരിക്കാൻ പോകുമ്പോ കള്ളിത്തുണി എടുത്തുകൊണ്ട് പോകും. പള്ളിയിലേക്ക് അള്ളാനെ കാണാൻ പോകുമ്പോ കള്ളിത്തുണി എടുത്തിട്ടാ പോവുക. യാ ബനി ആദം